മെട്രോ ഐടിയുടെ ഓൺലൈൻ ക്ലാസ്സിലോട്ട് എല്ലാ ACR വിദ്യാർത്ഥികൾക്കും സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നാം പഠിച്ചത് ഇവാപ്പറേറ്ററിനെ കുറിച്ചാണ്. കഴിഞ്ഞ സെക്ഷനിൽ ഇവാപ്പറേറ്റർ എന്താണെന്നും എന്തൊക്കെയാണ് ഇവാപ്പറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് നമ്മൾ. ഓക്കെ, അപ്പോൾ നമുക്ക് അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഈ ഒരു സെക്ഷനിലൂടെ. അതിനു മുമ്പ് കഴിഞ്ഞ സെക്ഷനിൽ എന്തൊക്കെയാണ് നാം പഠിച്ചത് എന്ന് നമുക്ക് ഒന്ന് നോക്കാം. എന്താണ് ഇവാപ്പറേറ്റർ എന്ന് നാം കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു. ഓക്കെ, അതാണ് നമ്മൾ ഇവാപ്പറേറ്റർ എന്ന ഈ ഒരു സെക്ഷൻ ആദ്യമായിട്ട് സ്റ്റാർട്ട് ചെയ്തപ്പോൾ നമ്മൾ പഠിച്ചത്. എന്തിനാണ് ഇവാപ്പറേറ്റർ, എന്താണ് ഇവാപ്പറേറ്റർ എന്ന് ഞാൻ കഴിഞ്ഞ സെക്ഷനിൽ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ നേരെ പോയത് ഇവാപ്പറേറ്ററിൻ്റെ ക്ലാസിഫിക്കേഷനിലോട്ടാണ്. ഓക്കെ, ക്ലാസിഫിക്കേഷൻ തുടങ്ങുന്നത് കുറേ ക്ലാസിഫിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. അതിൽ എന്താണ് ഫോഴ്സ്ഡ് കൺവെൻഷൻ, എന്താണ് നാച്ചുറൽ കൺവെൻഷൻ, അത് ഒരു ടൈപ്പ് ഫ്ലോ, റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോ അനുസരിച്ചുള്ള ഒരു ടൈപ്പാണ് എന്ത്, ഫോഴ്സ്ഡ് കൺവെൻഷൻ ടൈപ്പും നാച്ചുറൽ കൺവെൻഷൻ ടൈപ്പും. അതിനെക്കുറിച്ച് നമ്മൾ പഠിച്ചു. അതിനുശേഷം കൺസ്ട്രക്ഷൻ, എങ്ങനെയാണ് നമ്മുടെ ഇവാപ്പറേറ്റർ ഉണ്ടാക്കിയിട്ടുള്ളത്, അതിനെ ബേസ് ചെയ്ത് നമ്മൾ 4ആയിട്ട് ക്ലാസിഫൈ ചെയ്തിരുന്നു. ഓക്കെ, bare tube evaporator, plate type evaporator, finned evaporator and shell and tube types evaporators. ഓക്കെ, കഴിഞ്ഞ സെക്ഷനിൽ 3 എണ്ണം, അതായത് bare tube evaporator, plate type evaporator, finned evaporator എന്താണെന്ന് നമ്മൾ കൃത്യമായിട്ട് നോക്കിയിട്ടുണ്ട്. ഓക്കെ, എന്താണ് bare tube evaporator എന്നും എന്താണ് plate type evaporator എന്നും എന്താണ് fin type evaporator എന്നും നമ്മൾ കൃത്യമായിട്ട് പഠിച്ചിട്ടുണ്ട്. ഓക്കെ, നമുക്ക് ഈ ഒരു സെക്ഷനിൽ അതിൻ്റെ ബാക്കിയായ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്ററിനെ കുറിച്ച് പഠിക്കാം. ഈ പേര് സൂചിപ്പിക്കുന്നത് പോലെ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്സ് ഇവാപ്പറേറ്റർ എന്നാണ് പേര് അല്ലേ. ആ ഒരു പേര് സൂചിപ്പിക്കുന്നത് പോലെ തന്നെയാണ് ഈ ഒരു ഇവാപ്പറേറ്ററും. അതായത് ഒരു ഷെല്ലിനുള്ളിൽ കുറേ ട്യൂബ്സ്, ഓക്കെ, അങ്ങനെയുള്ള ഒരു ഡിസൈൻ ആണെന്ത് ഈ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്ററിനുള്ളത്. ഈ ടൈപ്പ് ഇവാപ്പറേറ്റർ കൂടുതലായും നമ്മൾ യൂസ് ചെയ്യുന്നത് വലിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലാണ്. ഓക്കെ, അതായത് നമ്മുടെ ഒരു പ്ലാന്റിൽ, ഒരു കമ്പനിയിൽ, ഒരു പ്ലാന്റിൽ നമ്മളെ ഈ ലിക്വിഡൊക്കെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ട്, അതേപോലെ നമ്മുടെ ഈ കൂൾ ഡ്രിങ്ക്സ് പോലുള്ള സംഭവങ്ങൾ, ഓക്കെ, പെപ്സി, 7up, കൊക്കക്കോള ഒക്കെ ഉണ്ടാവും അല്ലേ, അതൊക്കെ ഈ ഒരു കൂൾ ചെയ്ത് സൂക്ഷിക്കണം. ഓക്കെ, അങ്ങനത്തെ കണ്ടീഷനിൽ മാത്രമാണ് എന്ത്. ഓക്കെ, ഇതൊരു കടയിലല്ല പറഞ്ഞത്, വലിയ പ്ലാന്റിൽ. ഓക്കെ, അതേപോലെ കെമിക്കൽസ് കൂൾ ചെയ്ത് സൂക്ഷിക്കേണ്ട ആവശ്യമൊക്കെ വരും. അങ്ങനത്തെ കണ്ടീഷനിലാണ് കൂടുതലായിട്ടും ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ആ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ കൂടുതലായിട്ടും കണ്ടുവരുന്നത് ഏതാണ്, ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റർ ആണ്. ഓക്കെ, അത് തന്നെയാണ് ആദ്യത്തെ പോയിന്റും പറഞ്ഞിട്ടുള്ളത്. ദ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റർ ആർ യൂസ്ഡ് ഇൻ ലാർജ് റെഫ്രിജറേഷൻ ആൻഡ് സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. എന്താണ്, വലിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലും അതേപോലെ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം. ഓക്കെ, സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം എന്ന് പറഞ്ഞാൽ നമ്മൾ മാളിലൊക്കെ പോയാൽ മനസ്സിലാവും. ഓക്കെ, അവിടെ സെൻട്രലൈസ്ഡ് AC ആണ് എന്ന് പറഞ്ഞിട്ടുണ്ടാവും അല്ലേ. അപ്പോൾ ആ ഒരു സിസ്റ്റത്തിലെയും ഇവാപ്പറേറ്റർ ഏതായിരിക്കും, ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്സ് ഓഫ് ഇവാപ്പറേറ്റർ ആയിരിക്കും. ഓക്കെ, ഇനി അടുത്ത പോയിന്റിലോട്ട് വരികയാണെങ്കിൽ, ദ ഇവാപ്പറേറ്റർ ഇൻ ദീസ് സിസ്റ്റം ആർ കോമൺലി നോൺ ആസ് ചില്ലർ. ഓക്കെ, ഈ ഇവാപ്പറേറ്റർ, ഇങ്ങനത്തെ ഇവാപ്പറേറ്ററിനെ നമുക്ക് ചില്ലർ എന്നും വിളിക്കാം. ഓക്കെ, അതിൻ്റെ മറ്റൊരു പേരാണെന്ത്, ചില്ലർ. ഈ ടൈപ്പ് ഇവാപ്പറേറ്റർ, ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ നമുക്ക് എന്താ വിളിക്കാം, ചില്ലേഴ്സ് എന്നും വിളിക്കാം. ഓക്കെ, അടുത്ത പോയിന്റ്, ദ ചില്ലേഴ്സ് കംപ്രൈസ് ഓഫ് ലാർജ് നമ്പർ ഓഫ് ട്യൂബ്സ് ദാറ്റ് ആർ ഇൻസേർട്ടഡ് ഇൻസൈഡ് ദ ഡ്രം ഓഫ് ഓർ ദ ഷെൽ. ഓക്കെ, ഒരു ഷെല്ലിൻ്റെ ഉള്ളിലോ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിലോ കുറേ ട്യൂബുകൾ, ഓക്കെ, നമ്പർ ഓഫ് ട്യൂബ്സ്, ലാർജ് നമ്പർ ഓഫ് കുറേ ട്യൂബുകൾ എന്ത് ഇൻസേർട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, അകത്ത് വെച്ചിട്ടുള്ള ഒരു ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്ററിനാണ് എന്ത് ഈ ചില്ലർ അല്ലെങ്കിൽ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഞാൻ നേരത്തെ പേര് പറഞ്ഞപ്പോൾ തന്നെ പറഞ്ഞു അല്ലേ, കുറേ ട്യൂബുകൾ ഒരു ഷെല്ലിൻ്റെ ഉള്ളിൽ അല്ലെങ്കിൽ ഒരു ഡ്രമ്മിൻ്റെ ഉള്ളിൽ ഇൻസേർട്ട് ചെയ്ത് അകത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു ഡിസൈനിലുള്ള ടൈപ്പ് ഇവാപ്പറേറ്റർ ആണ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, നമുക്ക് അടുത്ത പോയിന്റിലോട്ട് പോകാം. ഡിപ്പെൻഡിങ് on the direction of flow of refrigerant in the shell and tube types of chillers, they are classified into 2 types, dry expansion type and flooded type. Okay, ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്ററിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് ഇത് ക്ലാസിഫൈ ചെയ്യേണ്ടത്, അക്കോർഡിംഗ് ടു ദ ഡയറക്ഷൻ ഓഫ് ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ്. റെഫ്രിജറൻറ്റിൻ്റെ ഫ്ലോനെ ബേസ് ചെയ്ത്, ഓക്കെ, റെഫ്രിജറൻറ്റിൻ്റെ ഒഴുകുന്ന
ആ ഒരു ഡയറക്ഷനെ ബേസ് ചെയ്ത് നമുക്ക് ഇതിനെ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്നാമത്തതാണ് ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പും രണ്ടാമത്തതാണ് ഫ്ലഡഡ് ടൈപ്പും. ഓക്കെ, അപ്പോൾ ഷെൽ ആൻഡ് ട്യൂബ് എത്ര ടൈപ്പ് ഉണ്ട്? 2 ടൈപ്പ് ഉണ്ട്. ഓക്കെ, കൂടുതലായിട്ടും ഷെൽ ആൻഡ് ട്യൂബ് ഉപയോഗിക്കുന്നത് ലാർജ് വലിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലാണ്. ഓക്കെ, ഇവാപ്പറേറ്റർ ആയിട്ട് വലിയ റെഫ്രിജറേഷൻ സിസ്റ്റത്തിലാണ് ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ യൂസ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഇത് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഒന്ന് ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പും രണ്ടാമത്തേത് ഫ്ലഡഡ് എക്സ്പാൻഷൻ ടൈപ്പും. അപ്പോൾ എന്താണ് ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് നമുക്ക് നോക്കാം. ഓക്കെ, എങ്ങനെയാണ് അതിൻ്റെ വർക്കിംഗ് എന്നും നമുക്ക് ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ കൂടുതലായും ഉപയോഗിക്കുന്നത് ലിക്വിഡായിട്ടുള്ള സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഓക്കെ, ലിക്വിഡായിട്ടുള്ള സബ്സ്റ്റൻസ് എന്ന് പറയുമ്പോൾ വാട്ടർ, കെമിക്കൽസ്, ലിക്വിഡ് രൂപത്തിൽ വെള്ളത്തിൻ്റെ രൂപത്തിലുള്ള കെമിക്കൽസ്, ഇതിനൊക്കെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഒരു ഇവാപ്പറേറ്ററിൻ്റെ പ്രത്യേകത എന്താണെന്ന് ഞാൻ നേരത്തെ പഠിപ്പിച്ചു തന്നു. എന്താണ് അതിൻ്റെ ഫങ്ഷൻ എന്നുള്ളത്. എന്താണ്, നമ്മുടെ എവിടെയാണോ റെഫ്രിജറേഷൻ ചെയ്യേണ്ട ആ ഒരു സ്പേസ്, ആ സ്പേസിലെ ഹീറ്റിനെ വലിച്ചെടുത്ത് അവിടെ ഒരു ടെമ്പറേച്ചർ കുറക്കുക. അവിടുത്തെ ടെമ്പറേച്ചർ കുറയ്ക്കുകയാണ് ചെയ്യുന്നത്. അവിടുത്തെ ഹീറ്റിനെ വലിച്ചെടുത്ത് അവിടെ ടെമ്പറേച്ചർ, ആ സ്പേസിൻ്റെ ടെമ്പറേച്ചറിനെ കുറയ്ക്കുകയാണ് നമ്മുടെ ഇവാപ്പറേറ്റർ ചെയ്യുന്നത്. ആ ഒരു ഭാഗം അതാണ് ഇവാപ്പറേറ്റർ ചെയ്യുന്നത്. ആ ഒരു സിസ്റ്റം തന്നെ നമ്മുടെ അവിടെ ഉള്ള ആ ഒരു സ്പേസിൽ ലിക്വിഡ് ആണെന്ന് വിചാരിക്കുക. വാട്ടർ അല്ലെങ്കിൽ നമ്മുടെ എന്താണ് കെമിക്കൽസ് ഒക്കെയാണ്. ആ ഒരു സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതിൽ ലിക്വിഡ് ആണെന്ന് ഞാൻ നേരത്തെ തന്നെ പറയാൻ കാരണം ഇതിൽ മറ്റുള്ള സബ്സ്റ്റൻസ് എയർ ആയിട്ടുള്ള ഇത് നമുക്ക് കൊണ്ടുവരാൻ കഴിയില്ല. ലിക്വിഡ് മാത്രമാണ് ഈ ഒരു ടൈപ്പിൽ നമ്മൾ കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത്. ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൂൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് ഈ ഒരു സിസ്റ്റം എങ്ങനെ വർക്ക് ചെയ്യാം എന്ന് നോക്കാം. ആ ഒരു സിസ്റ്റം, അതായത് നമ്മുടെ ഈ ഒരു റെഫ്രിജറേഷൻ സൈക്കിൾ എന്ന് പറയുന്നത് കംപ്രസർ, കണ്ടൻസർ, എക്സ്പാൻഷൻ ഡിവൈസസ് ആൻഡ് ഇവാപ്പറേറ്റർ, വീണ്ടും കംപ്രസർ, അങ്ങനെ ഒരു സൈക്കിളാന്ന് പറഞ്ഞു. അപ്പോൾ എക്സ്പാൻഷൻ ഡിവൈസസിൽ നിന്നാണ് എങ്ങോട്ട് പോകുന്നത്? റെഫ്രിജറൻ്റ് ഇവാപ്പറേറ്ററിലോട്ട് പോകുന്നത്. ആ ഒരു സിസ്റ്റമാണ്. അപ്പോൾ ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് നമ്മുടെ എവിടെ നിന്നാണ് വരുന്നത്? എക്സ്പാൻഷൻ ഡിവൈസസിൽ നിന്നാണ് വരുന്നത്. ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് എക്സ്പാൻഷൻ ഡിവൈസസിലൂടെ നമ്മുടെ ഈ ട്യൂബിലോട്ട് എത്തും. ഈ ഹൊറിസോണ്ടൽ ആയിട്ടുള്ള ട്യൂബിലോട്ട് എത്തും. അങ്ങനെ ഈ ഒരു ട്യൂബിലൂടെ എന്ത് പോകുന്നുണ്ട്? നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് എവിടുന്ന്? കണ്ടൻസറിലൂടെ എക്സ്പാൻഷൻ ഡിവൈസസ് വഴി നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ അകത്തോട്ട് കിടക്കുക. ആ ഒരു ഭാഗം ഇതാണ് തെർമോ സ്റ്റാറ്റിക് എക്സ്പാൻഷൻ വാൽവ്. എക്സ്പാൻഷൻ വാൽവ് കൊടുത്തിട്ടുണ്ട്. എക്സ്പാൻഷൻ വാൽവിലൂടെ ലോ പ്രഷറിലുള്ള ലോ ടെമ്പറേച്ചറിലുമുള്ള നമ്മുടെ റെഫ്രിജറൻ്റ്, ലോ പ്രഷറിലും ലോ ടെമ്പറേച്ചറിലുമുള്ള റെഫ്രിജറൻ്റ് നമ്മുടെ എക്സ്പാൻഷൻ വാൽവ് വഴി നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിൻ്റെ ഈ ട്യൂബിലോട്ട് എത്തിക്കഴിഞ്ഞു. ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബിലോട്ട് എത്തിക്കഴിഞ്ഞു. അവിടെ എന്താണ്? ലിക്വിഡ്, ലോ ടെമ്പറേച്ചറും ലോ പ്രഷറിലുമുള്ള ലിക്വിഡ് റെഫ്രിജറൻ്റ് ഈ ഒരു ട്യൂബിലൂടെ ഒഴുകി നടക്കും. ഒഴുകി നടക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇനി നമുക്ക് കൂൾ ചെയ്യേണ്ടത് എന്താണ്? നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ്. ഇപ്പോൾ വാട്ടറോ അല്ലെങ്കിൽ എന്തെങ്കിലും കെമിക്കൽസോ ആണ് നമുക്ക് കൂൾ ചെയ്യേണ്ടതെന്ന് വിചാരിക്കുക. ആ ഒരു കെമിക്കൽസ് നമ്മൾ ഈ ഒരു ഷെല്ലിൻ്റെ അകത്തോട്ട് കടത്തി വിടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ആ ഒരു ഷെല്ലിൻ്റെ അകത്തോട്ട് കടത്തി വിടുമ്പോൾ ഇപ്പോൾ ഇവിടെ നോക്കുക, ഇവിടെ ഹീറ്റ് കൂടുതൽ ടെമ്പറേച്ചർ കൂടിയ ഒരു ഫ്ലൂയിഡ്, ഇപ്പോൾ വാട്ടർ ആണെന്ന് വിചാരിക്കുക. അതിനെ നമുക്ക് കൂൾ ചെയ്യേണ്ടത്. അപ്പോൾ ആ ഒരു വാട്ടർ നമ്മൾ ലിക്വിഡ് ഇന്ന് ഇവിടെ കണ്ടില്ലേ, ലിക്വിഡ് ഇന്ന് കൊടുത്തിട്ടുണ്ട്. ആ ഒരു ലിക്വിഡ് ഇൻ എന്ന് പറഞ്ഞാൽ ആ പാസേജിലൂടെ, ഇൻലെറ്റിലൂടെ നമ്മുടെ ഈ ഒരു ഷെല്ലിൻ്റെ അകത്തോട്ട് നമ്മൾ പറഞ്ഞു വിടും. ആ ഒരു ഷെല്ലിൻ്റെ അകത്തോട്ട് പറഞ്ഞു വിടും. അപ്പോൾ അതിലൂടെ ഒഴുകുന്ന ഈ ഒരു ഹീറ്റ് കൂടിയ, അതായത് ടെമ്പറേച്ചർ കൂടിയ റെഫ്രിജറൻ്റ് ഇതിലൂടെ ഈ ഒരു ഇൻലെറ്റിലൂടെ അകത്തോട്ട് കടക്കുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്? അത് ചൂട് കൂടുതലാണ്. അപ്പോൾ ഈ ഒരു ട്യൂബിലൂടെ എന്താണ് പാസ് ചെയ്യുന്നത്? ലോ ടെമ്പറേച്ചറും ലോ പ്രഷറിലുമുള്ള ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻ്റ് ആണ് പാസ് ചെയ്യുന്നത്. അപ്പോൾ ഇത് തമ്മിൽ ഒരു കോണ്ടാക്റ്റ് വരും. അതായത് ചൂടുള്ള ഈ ഒരു വാട്ടറാണ് അവിടെ എടുക്കുന്നത് വിചാരിച്ച വാട്ടർ അല്ലേ,
ഒരു വാട്ടർ നമ്മളെ ഈ ഒരു ട്യൂബിലൊക്കെ തട്ടിയായിട്ടാണ് പോരുന്നത്. അപ്പോൾ ട്യൂബിൽ എന്താണ് സംഭവിക്കുന്നത്? ട്യൂബിൽ എന്താണ്? ലിക്വിഡ് ആയിട്ടുള്ള ലോ ടെമ്പറേച്ചറും ലോ പ്രഷറിലുമുള്ള റെഫ്രിജറൻ്റ് ആണ്. അപ്പോൾ എന്താവും? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കും. എവിടെ നിന്ന് എങ്ങോട്ട് ഹീറ്റ് ട്രാൻസ്ഫർ? ആ ഒരു ചൂടുള്ള, അതായത് വാട്ടറിൽ നിന്ന് ഹീറ്റ് എങ്ങോട്ട് പോകും? നമ്മുടെ ഈ ഒരു തണുത്ത ഈ ഒരു പൈപ്പിലോട്ട്, അതായത് നമ്മുടെ ഈ ഒരു ട്യൂബിൻ്റെ അകത്തോട്ട് പോകും. കാരണം എന്താണ്? അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ, അവിടെ ടെമ്പറേച്ചർ ഡിഫറൻസ് ഉണ്ട്. ഓക്കെ, അത് കാരണം ആ ഒരു ഹീറ്റ് വലിച്ചെടുത്ത് എങ്ങോട്ട് പോകും? നമ്മുടെ ഈ ഒരു ട്യൂബിൻ്റെ അകത്തുള്ള റെഫ്രിജറൻറ്റ് വലിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താവും? ഈ ഒരു റെഫ്രിജറൻറ്റ് വലിച്ചെടുക്കുമ്പോൾ എന്താവും? ഇതിലൂടെ വരുന്ന ഈ ഒരു വാട്ടർ കൂളാവും. ഓക്കെ, അവിടുത്തെ ഹീറ്റിനെ വലിച്ചെടുത്ത് അവിടെ കൂളാവും, വാട്ടർ കൂളാവും. ഓക്കെ, ആ ഒരു പ്രൊസീജിയർ കറക്റ്റായിട്ട് നടക്കണമെന്നുണ്ടെങ്കിൽ കൂടുതൽ നേരം ഈ ഒരു പൈപ്പിൽ ട്യൂബിൽ ടച്ച് ചെയ്ത് പോകണം. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഒരു ബാഫിൽസ് എന്ന് പറഞ്ഞ കുറേ പ്ലേറ്റുകൾ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ഒരു ബാഫിൽസ്, ഇത് ഒരു ബാഫിൽസ് ആണ്. ഓക്കെ, ബാഫിൽ. ഓക്കെ, ഇതിങ്ങനെ കൊടുത്തിട്ടുണ്ട്. അത് എന്തിനാന്ന് വെച്ചാൽ ഈ ഒരു ഫ്ലോനെ കുറേ നേരം, ഈ ഒരു വാട്ടറിനെ കുറേ നേരം ഈ ഒരു പൈപ്പിൽ അല്ലെങ്കിൽ നമ്മൾ ആ ട്യൂബിൽ ടച്ച് ചെയ്ത് കുറേ നേരം നിൽക്കണം. എന്നാൽ മാത്രമാണ് എന്ത് ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ കറക്റ്റായിട്ട് നടക്കുകയുള്ളൂ. അതിന് വേണ്ടിയിട്ടാണ്. അപ്പോൾ എന്താവും? ഈ ഒരു ബാഫിൽസ് ഈ ഒരു തടയണ പോലെ ഇങ്ങനെ കൊടുത്താൽ എന്താവും? ഈ ഒരു ഫ്ലോനെ നമുക്ക് സിഗ്സാഗ് രൂപത്തിലായിട്ട് ഫ്ലോ കൺട്രോൾ ചെയ്യാൻ കഴിയും. ഓക്കെ, അപ്പോൾ ഇതിലൂടെ കിടക്കുന്ന വാട്ടർ എങ്ങനെ കാര്യം? ഈ ഒരു ബാഫിൽസിൽ ഇങ്ങനെ അകത്തോട്ട് കിടക്കണം. ഓക്കെ, ഈ ഒരു ഇവിടെ കൊടുത്തിട്ടുണ്ട്, ഇങ്ങനെ അകത്തോട്ട് കടന്ന് വീണ്ടും ഇതിലൂടെ പോയിട്ട് ഇങ്ങനെ ഒരു സിഗ്സാഗ് രൂപത്തിൽ, ഓക്കെ, ചുറ്റി വളഞ്ഞാണ് എന്ത് ഇതിലൂടെ പോകുന്നത്. അപ്പോൾ കൂടുതലായിട്ട് ഒരു കോണ്ടാക്റ്റ് വരും. അത് കാരണം നമ്മളെ ഈ ഒരു ചൂടായിട്ടുള്ള ഇവിടെ കൊടുക്കുന്ന ഇപ്പോൾ വാട്ടർ ആണോ അല്ലെങ്കിൽ കെമിക്കലാണോ, അത് ഈ ഒരു സെക്ടർ, അത് ഔട്ട്ലെറ്റിലോട്ട് എത്തുന്നത് മുമ്പ് തന്നെ എന്താവും? അത് കൂളായിട്ടുണ്ടാവും. എന്താ കൂടുതൽ നേരം നമ്മൾ ഈ ഒരു കോണ്ടാക്റ്റ് വരുത്തുന്നുണ്ട് ഈ ബാഫിൽസ് വെച്ചിട്ട്. ആ ഒരു ഫ്ലോനെ നമ്മൾ സിഗ്സാഗ് ആക്കി. ഓക്കെ, ആ ഒരു ഫ്ലോനെ സിഗ്സാഗ് ആകുമ്പോൾ കൂടുതൽ നേരം ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബിൻ്റെ അകത്ത് എന്തുണ്ടാവും? ഈ ഒരു ചൂടുള്ള ലിക്വിഡ് അകത്തേറ്റ്, ഹീറ്റായിട്ടുള്ള ലിക്വിഡ് അകത്തോട്ട് വരും. ഓക്കെ, ആ അകത്തോട്ട് വന്ന് ഇങ്ങനെ കുറേ നേരം പാസ് ചെയ്യുമ്പോൾ എന്താവും? ആ ഒരു ചൂടിനെ ആര് വലിച്ചെടുക്കും? ഈ ട്യൂബിൽ അകത്തുള്ള റെഫ്രിജറൻറ്റ് വലിച്ചെടുക്കും. ഓക്കെ, അപ്പോൾ ഈ ഔട്ട്ലെറ്റിലൂടെ പുറത്തോട്ട് വരേണ്ട ലിക്വിഡ്, ഇവിടെ ചൂടുള്ള ലിക്വിഡ് ആണെങ്കിൽ പുറത്തോട്ട് വരുമ്പോൾ ഇതിനെന്താവും? ലിക്വിഡ് ചില്ലായിട്ടുണ്ടാവും. ഓക്കെ, തണുത്തിട്ടുണ്ടാവും. ഓക്കെ, തണുത്ത ലിക്വിഡായിട്ട് നമുക്ക് കിട്ടും. ഓക്കെ, അപ്പോൾ ഈ ഒരു ചൂടായിട്ടുള്ള വേപ്പർ റെഫ്രിജറൻറ്റ്, ഓക്കെ, ഇവിടെ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആവും. ചൂട് ആഗിരണം ചെയ്ത് ലാസ്റ്റ് എൻഡിൽ ഔട്ട്ലെറ്റിലൂടെ എങ്ങോട്ടാണ് പോവുക? അപ്പോൾ ഔട്ട്ലെറ്റിലോട്ട് എത്തുമ്പോൾ അവിടുത്തെ റെഫ്രിജറൻ്റ് എങ്ങോട്ട് മാറിയിട്ടുണ്ടാവും? വേപ്പർ റെഫ്രിജറൻ്റ് ആയിട്ട് മാറ്റിയിട്ടുണ്ടാവും. ഓക്കെ, ലിക്വിഡ് റെഫ്രിജറൻ്റ് ആ ഒരു ട്യൂബിലൂടെ ലാസ്റ്റ് എൻഡിലെത്തുമ്പോഴത്തേനും എന്താവും? അത് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറിയിട്ടുണ്ടാവും. ആ ഒരു വേപ്പർ സ്റ്റേറ്റിലുള്ള റെഫ്രിജറൻ്റ് പിന്നെ എങ്ങോട്ടാണ് പോവുക? കംപ്രസറിലോട്ടാണ് പോവുക. ഓക്കെ, അങ്ങനെ ആ സൈക്കിൾ കംപ്ലീറ്റ് ചെയ്യും. അപ്പോൾ നമ്മുടെ ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൂൾ ചെയ്യേണ്ടത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഓക്കെ, ഒന്നും കൂടി ഈ ഒരു പോർഷൻ ഒന്ന് ബാക്ക് അടിച്ച് നിങ്ങൾക്ക് മനസ്സിലായിട്ടില്ലെങ്കിൽ ഒന്നും കൂടി കാണാം. ഓക്കെ, ഈ ഒരു പ്രോസസ്സ് സിമ്പിളായിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഓക്കെ, ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ. ഓക്കെ, അപ്പോൾ നമ്മൾ ഇതിൻ്റെ വർക്കിംഗ് എങ്ങനെയെന്ന് പഠിച്ചു. ഓക്കെ, എങ്ങനെയാണ് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിനെ നമുക്ക് കൂൾ ചെയ്യാൻ പറ്റുന്നത് എന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇത് 2 ടൈപ്പ് ഉണ്ടെന്ന് പഠിച്ചു. എന്താണ്? ഡ്രൈ ടൈപ്പും ഫ്ലഡഡ് ടൈപ്പും. ഓക്കെ, അത് എന്താണെന്ന് നോക്കാം. അതിൻ്റെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് പറഞ്ഞതാണ് എന്ത്? ഡ്രൈ ടൈപ്പും ഫ്ലഡഡ് ടൈപ്പും. അപ്പോൾ നമുക്ക് ആദ്യം എന്താണ് ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് എന്ന് നമുക്ക് നോക്കാം. ഇപ്പോൾ നമ്മൾ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് പഠിച്ചു അല്ലേ? എന്താണ്? ഈ ഒരു ട്യൂബിൻ്റെ ഉള്ളിൽ ഇവാപ്പറേറ്റർ കോയിലിൻ്റെ അകത്തോടുകൂടി എന്താണ് റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്നതിൻ്റെ ആ ചേമ്പറിൻ്റെ അകത്തോട്ട് എന്ത് വന്നു? കൂൾ ചെയ്യേണ്ട ലിക്വിഡും വന്നു. ഓക്കെ, അങ്ങനെയാണ് ആ ഒരു പ്രോസസ്സ് നടക്കുന്നതെന്നും പഠിച്ചു. ഓക്കെ, ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത ആ ഒരു പ്രോസസ്സ് അതേപോലെ തന്നെയാണ് നടക്കുന്നതെങ്കിൽ അതിനെ ഡ്രൈ എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് വിളിക്കാം. ഓക്കെ, ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് എന്ന് വിളിക്കാം. കാരണം നമുക്ക് നോക്കാം. ഇവിടെ ഈ ഒരു ട്യൂബിൻ്റെ അകത്തൂടെ എന്താണ് ഫ്ലോ ചെയ്യുന്നത്? റെഫ്രിജറൻ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ, ഈ ഒരു ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പിലെ ഈ ട്യൂബിൻ്റെ അകത്തിലൂടെ എന്താണ് ഫ്ലോ ചെയ്യുന്നത്? റെഫ്രിജറൻ്റ് ആണ് ഫ്ലോ ചെയ്യുന്നത്. ഓക്കെ അല്ലേ? ഓക്കെ, അതേപോലെ ഈ ഒരു ഷെല്ലിൻ്റെ അകത്ത് എന്താണ് ഫ്ലോ ചെയ്യുന്നത്? ഷെല്ലിൻ്റെ അകത്ത് നമ്മൾ ഏതാണോ സബ്സ്റ്റൻസ്, അതായത് വാട്ടർ ആണെങ്കിൽ വാട്ടർ, അല്ലെങ്കിൽ കെമിക്കൽസ് ആണ് കെമിക്കൽ, കൂൾ ചെയ്യേണ്ട സബ്ജക്റ്റ് ആണ് എന്ത്? അതിൻ്റെ അകത്തോടുകൂടി പാസ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനത്തെ ഇവാപ്പറേറ്ററിനെ എന്ത് വിളിക്കാം? ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ എന്ന് വിളിക്കാം. ഓക്കെ, അതാണ് ഡ്രൈ എക്സ്പാൻഷൻ
ടൈപ്പ് ഇവാപ്പറേറ്റർ. അപ്പോൾ ആ ഒരു സെൻറ്റൻസ് നമുക്ക് നോക്കാം. ഇൻ ഡ്രൈ എക്സ്പാൻഷൻ ചില്ലേഴ്സ് ദ റെഫ്രിജറൻറ്റ് ഫ്ലോ അലോങ് ദ tube side and the fluid to be chilled flow along the shell side. അല്ലേ? അപ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? ഈ ഒരു റെഫ്രിജറൻ്റ് ട്യൂബിൻ്റെ അകത്തിലൂടെയും നമ്മുടെ തണുപ്പിക്കേണ്ട സബ്സ്റ്റൻസ് തണുപ്പിക്കേണ്ട സബ്സ്റ്റൻസ് ഷെല്ലിൻ്റെ അകത്തൂടെയാണ് പോകുന്നതെങ്കിൽ അതിനെ പറയുന്ന പേരാണെന്ത്? ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. അത് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ഇനി അടുത്ത പോയിന്റ്. ദ ഫ്ലോ ഓഫ് റെഫ്രിജറൻറ്റ് to these chillers is controlled by expansion valve. ഇതിൻ്റെ ഈ ഒരു അകത്തൂടി ട്യൂബിൻ്റെ അകത്തൂടി എന്താണ് പോകുന്നത്? റെഫ്രിജറൻ്റ് ആണ് പോകുന്നത്. ആ ഒരു റെഫ്രിജറൻ്റ് ഫ്ലോയിനെ കൺട്രോൾ ചെയ്യേണ്ട ആരാണ്? നമ്മുടെ എക്സ്പാൻഷൻ വാൽവ് ആണ്. എക്സ്പാൻഷൻ ഡിവൈസ് എന്ന് പറയാം. ആ ഒരു എക്സ്പാൻഷൻ ഡിവൈസ് ആണ്. അപ്പോൾ നമുക്ക് നേരെ തന്നെ അറിയാം. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് എന്ന് നമുക്ക് നോക്കാം. ഇതിൻ്റെ വർക്കിംഗ് പറയുന്നതിന് വേണ്ടി നമ്മൾ ഒരു സാധാ ടൈപ്പ് ബെയർ ട്യൂബ് ഇവാപ്പറേറ്റർ ആണ് ഇവിടെ എടുക്കുന്നത്. അതിൻ്റെ ഒരു വർക്കിംഗ് എങ്ങനെ മനസ്സിലാവാം. ഈ ഒരു പേര് എങ്ങനെ കിട്ടിയെന്ന് നമുക്ക് നോക്കാം. ഇവിടെ എന്താ കൊടുത്തത്? ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് എന്നാണ് കൊടുത്തത്. ആ പേരിൽ എന്താ? ഡ്രൈ അല്ലേ? ലിക്വിഡ് അല്ല, ഒരു ഡ്രൈ ആയിട്ടുള്ള രൂപത്തിലാണ് ഉള്ളതെന്ന് നമുക്ക് പറയുന്നത്. അപ്പോൾ എങ്ങനെയാണ് ഇതിൻ്റെ ഈ ഒരു പേര് കിട്ടി എന്ന് നമുക്ക് നോക്കാം. പേര് കിട്ടിയെന്നല്ല, ഈ ഒരു പേര് എങ്ങനെയാണ് ഈ ഒരു ഇവാപ്പറേറ്ററിന് മാച്ച് ആവുന്നത് എന്ന് നോക്കാം. ഇപ്പോൾ നമ്മുടെ ഇവാപ്പറേറ്റർ ഇതാണ്. ഇപ്പോൾ ഞാൻ പറഞ്ഞു നേരത്തെ എന്താണ്? ട്യൂബിനകത്ത്, അത് ഇവാപ്പറേറ്റർ ട്യൂബിനകത്ത് കൂടി റെഫ്രിജറൻറ്റും ട്യൂബിൻ്റെ പുറത്ത് എന്താണ്? നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള എന്താണോ തണുപ്പിക്കേണ്ട ആ സബ്സ്റ്റൻസും ആയിരിക്കും. അതായത് ആ സബ്സ്റ്റൻസ് ഈ ട്യൂബിൽ ഇങ്ങനെ തട്ടി ഫ്ലോ ചെയ്യിക്കാറും. അങ്ങനെയാണ് അവിടെ ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുന്നത്. അങ്ങനെയുള്ളൊരു ഭാഗത്ത്, അതായത് അങ്ങനെയുള്ളൊരു ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് ഇവാപ്പറേറ്റർ ആണെങ്കിൽ എന്താണ് അവിടെ സംഭവിക്കുന്നത്? ഈ ഒരു ഡ്രൈ എക്സ്പാൻഷൻ ഡിവൈസസിൽ നമ്മുടെ കൊടുക്കുന്ന, അതായത് അതിൻ്റെ ഉള്ളിലൂടെ ഫ്ലോ ചെയ്യുന്ന റെഫ്രിജറൻ്റ് കൂടുതലായിട്ടും ഡ്രൈ ആയിട്ടായിരിക്കും കാണപ്പെടുന്നത്. അതായത് എപ്പോഴും ലിക്വിഡ് അല്ല കാരണം വേപ്പറായിട്ടാണ് എന്ത് നമുക്ക് കാണപ്പെടുന്നത്. അതായത് ഈ ഒരു ഇപ്പോൾ എത്ര ഇതുണ്ട് ഇവിടെ നോക്കാം. 1 2 3 4 4 ചുറ്റുകളുണ്ട് നമ്മൾ ഈ ഒരു ഈ ഒരു ഇവാപ്പറേറ്ററിന് വിചാരിക്കാം. ഈ ഒരു ഇവാപ്പറേറ്ററിൽ ഫസ്റ്റിലെ ഒരു സ്റ്റേജ് മാത്രമായിരിക്കും ലിക്വിഡായിട്ട് നമ്മുടെ ഈ ഒരു റെഫ്രിജറൻറ്റ് കാണപ്പെടുക. അപ്പോൾ ഈ ഒരു സ്റ്റേജിൽ മാത്രമായിരിക്കും ലിക്വിഡായിട്ടുള്ള റെഫ്രിജറൻറ്റ് കാണപ്പെടുക. ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഈ ഒരു ഭാഗത്ത് ബാക്കിയുള്ള ഈ ഒരു ഭാഗത്ത് 3 ട്യൂബിൽ ലിക്വിഡ് വേപ്പർ മിക്സ്ഡ് ആയിരിക്കും. ലിക്വിഡും വേപ്പറും ആദ്യത്തെ താഴെ ഭാഗത്ത് വരുന്ന ഭാഗത്ത് എപ്പോഴും ഫുള്ളായിട്ട് ലിക്വിഡായിട്ടായിരിക്കും നമ്മുടെ റെഫ്രിജറൻറ്റ് കാണപ്പെടുക. ഈ ഒരു ഭാഗം മുതൽ ഈ ഒരു ഭാഗം വരെ നമുക്ക് നമ്മുടെ റെഫ്രിജറൻറ്റ് ലിക്വിഡും വേപ്പറും രണ്ടുമായിട്ടും കുറച്ച് പാർട്ട് ലിക്വിഡും കുറച്ച് പാർട്ട് വേപ്പറും ആയിട്ടും കാണപ്പെടും. ഇവിടെ നിന്നും ഈ ഒരു ഭാഗത്തേക്ക് എത്തുമ്പോൾ ഫുള്ള് വേപ്പറൈസ് ആയിട്ടുണ്ടാവും. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തിന് അപ്പോൾ ഇവിടെ ലിക്വിഡ് ആയിട്ടുള്ള വേപ്പറായിട്ട് കാണപ്പെടും. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോഴത്തേന് എന്താവും? ഫുൾ വേപ്പർ, ലിക്വിഡൊക്കെ എന്തായിട്ടുണ്ടാവും? വേപ്പറായിട്ട് മാറും. ഫുള്ള് വേപ്പറായിട്ട് മാറും. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ ഫുൾ വേപ്പർ, കംപ്ലീറ്റ്ലി വേപ്പറായിട്ട് മാറും. ഈ ഒരു ഭാഗത്ത് എത്തുമ്പോൾ സൂപ്പർ ഹീറ്റഡ് വേപ്പർ, അതായത് വേപ്പറായിട്ട് ഫുള്ള് ഒരു തരി പോലും ലിക്വിഡിൻ്റെ ഒരു തരി പോലും ഉണ്ടാവില്ല. ഫുൾ വേപ്പറായിട്ട് സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പറായിട്ട് ഈ ഒരു എൻഡിൽ, നമ്മുടെ ഇവാപ്പറേറ്ററിൻ്റെ എൻഡിൽ എത്തുമ്പോൾ എന്താവും? സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പറായിട്ട് മാറും. അതായത് ഒരു തുള്ളി പോലും ലിക്വിഡ് ഉണ്ടാകില്ല, ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് ആവില്ല. ഈ കംപ്ലീറ്റ്ലി എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? ഒരു വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറിയിട്ടുണ്ടാവും. അപ്പോൾ അതിനെന്ത് വിളിക്കാം? ഡ്രൈ. ഡ്രൈ ആയിട്ടുള്ള ഒരു സ്റ്റേറ്റ് അല്ലേ? അതായത് ഫുൾ ഡ്രൈ ആയിട്ട്. നമുക്കും അതാണ് വേണ്ടത്. നമ്മുടെ ഇവാപ്പറേറ്ററിൽ ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് ഇവാപ്പറേറ്ററിന്ന് പ്രോസസ്സ് കഴിഞ്ഞ് നമ്മുടെ കംപ്രസറിലോട്ട് വരുമ്പോൾ കംപ്രസറിന് അത് ഡാമേജ് ഉണ്ടാക്കും. കംപ്രസറിൻ്റെ കംപ്ലൈൻറ്റിന് അത് കാരണമാവും, നമ്മൾ പഠിച്ചിട്ടുണ്ട്. പക്ഷേ ഈ ഒരു ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് എന്താണാവും? തുടക്കത്തിൽ മാത്രം ലിക്വിഡും അത് കഴിഞ്ഞ് 2 സ്റ്റേജിൽ എന്താവും? ലിക്വിഡ് വേപ്പർ, രണ്ടിൻ്റെ ഒരു മിക്സ്ചർ, അതിൻ്റെ മുകളിൽ വരുമ്പോഴത്തേന് ഫുൾ ലിക്വിഡ് മൊത്തം എന്തായിട്ട് മാറിയിട്ടുണ്ടാവും? വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. അതും കുറച്ചുകൂടി കഴിഞ്ഞാൽ സൂപ്പർ ഹീറ്റഡ്, ഒരു തരി പോലും എന്തുണ്ടാവും? ലിക്വിഡിൻ്റെ പാർട്ടികൾ ഉണ്ടാവില്ല. ഫുൾ വേപ്പറായിട്ട് മാറിയിട്ടുണ്ടാവും. അങ്ങനെ എന്താവും? അത് നേരെ എങ്ങോട്ടാ പോവുക? നമ്മുടെ കംപ്രസറിലോട്ട് പോവും.
ഓക്കെ, അങ്ങനെയാണ് കംപ്രസറിലോട്ട് പോകും. ഓക്കെ, ആ ഒരു സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള വേപ്പർ കംപ്രസറിലോട്ട് പോകും. അപ്പോൾ ഇതാണ് ഡ്രൈ എക്സ്പാൻഷൻ. ഒരു സാധാരണ ഇവാപ്പറേറ്റർ വെച്ച് നമ്മൾ ഈ ഒരു സാധനം നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തിട്ടുള്ളത്. ഓക്കെ, എന്താണ് പുറത്തേക്കാരം നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള എന്താണ് തണുപ്പിക്കേണ്ട ആ സബ്സ്റ്റൻസ് ഉണ്ടാവുക, അകത്തുകൂടി നമ്മുടെ റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുമ്പോൾ തുടക്കത്തിൽ ഫുള്ള് ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് എന്താവും, പോകെ അത് മുകളിലോട്ട്, അതായത് ആ ഒരു ഇവാപ്പറേറ്റർ ട്യൂബിലൂടെ പോകുന്നതനുസരിച്ച് ലാസ്റ്റ് എത്തുമ്പോഴത്തേന് ഫുള്ള് എന്തായിട്ടുണ്ടാവും, കംപ്ലീറ്റ്ലി വേപ്പറൈസ്ഡ് രൂപത്തിലോട്ട് മാറിയിട്ടുണ്ടാവും. ഓക്കെ, അത് കാരണം എന്താണ്, ഈ ഒരു ട്യൂബിൻ്റെ ഇടയിൽ കൂടെ നമ്മൾ ചൂടായിട്ടുള്ള ലിക്വിഡ് ഇങ്ങനെ പാസ് ചെയ്യുമ്പോൾ ആ ഒരു ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുകയാണ് ചെയ്യുന്നത്. ഓക്കെ, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കുമ്പോൾ എന്താവും, ആ ഹീറ്റിനെ ആര് വലിച്ചെടുക്കും, ഈ റെഫ്രിജറൻറ്റ് വലിച്ചെടുത്ത് എന്തിലോട്ട് മാറും, വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുകയാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ എന്താവും, ലാസ്റ്റിലെത്തുമ്പോൾ കംപ്ലീറ്റ് ആയിട്ട് എന്തുണ്ടാവും, വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറിയിട്ടുണ്ടാവും. അതുകൊണ്ടാണ് നമ്മൾ ഈ ഒരു സിസ്റ്റത്തെ ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പ് എന്ന് വിളിക്കുന്നത്. ഓക്കെ, These are not dry at all. ഓക്കെ, ഈ പേര് നമ്മൾ സൂചിപ്പിക്കുന്നതനുസരിച്ച് ഫുള്ള് ഡ്രൈ ആണോ? ഓക്കെ, ഫുള്ള് ഡ്രൈ അല്ല. ഓക്കെ, ഫുൾ ഡ്രൈ അല്ല. കാരണം എന്താണ്, ഈ ഒരു പോർഷനിൽ എന്താണ്, ഫുള്ള് ലിക്വിഡ് ആണ്. ഇവിടുന്ന് ഈ ഒരു പോർഷൻ വരെ എന്താവും, ലിക്വിഡും വേപ്പറായിട്ടുള്ള മിക്സ്ചറാണ്. ഏറ്റവും ലാസ്റ്റ് എത്തുമ്പോഴാണ് കംപ്ലീറ്റ്ലി ആയിട്ട് ഡ്രൈ ആണ്, അതായത് വേപ്പർ സ്റ്റേറ്റിലോട്ട് മാറുന്നുണ്ട്. അതുകൊണ്ട് ഇത് ഫുള്ള് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. അത് ഫുൾ വേപ്പർ, നമ്മൾ ഈ ഒരു ഇവാപ്പറിലോട്ട് കടക്കുന്നത് മുതൽ അവസാനിക്കുന്നത് വരെ ഡ്രൈ ആയിട്ടുള്ള ഒരു വേപ്പർ ആയിട്ടുള്ള അല്ല. ഓക്കെ, അതിൻ്റെ ഓരോ ഘട്ടമായിട്ടാണ് മാറുന്നത്. അപ്പോൾ ഇതിനൊരു കംപ്ലീറ്റ്ലി ഡ്രൈ എന്ന് പറഞ്ഞ ഒരു സിസ്റ്റം ആണെന്ന് പറയാൻ പറ്റില്ല. ഓക്കെ, രണ്ടാമത്തെ പോയിന്റ്, they simply use relatively little refrigerant as compared to flooded evaporator having the same coil volume. ഓക്കെ, ഈ ഒരു റെഫ്രിജറേഷൻ സിസ്റ്റത്തിലെ നമ്മൾ ഫ്ലഡഡ് ടൈപ്പ് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഫ്ലഡഡ് ടൈപ്പ്. ആ ഫ്ലഡഡ് ടൈപ്പും ഈ ഒരു ഡ്രൈ ടൈപ്പും രണ്ട് ടൈപ്പ് ഉണ്ട്. ഒരേ വോളിയം ട്യൂബ് വോളിയത്തിലുള്ള രണ്ട് ടൈപ്പായിട്ടുള്ള ഇവാപ്പറേറ്റർ നമ്മളെടുത്തു. ഒന്ന് ഡ്രൈയും ഒന്ന് ഫ്ലഡഡ് ടൈപ്പും. ഈ ഒരു ഫ്ലഡഡ് ടൈപ്പിൽ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റിൻ്റെ 1/4 ഭാഗം മാത്രമാണ്. ഓക്കെ, അതായത് 1/4 ഭാഗം മാത്രം ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റിൻ്റെ 1/4 ഭാഗം മാത്രമാണ് ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, അത് നമുക്കൊരു അഡ്വാൻറ്റേജസ് ആണ്. ഓക്കെ, കാരണം കൂടുതൽ റെഫ്രിജറൻറ്റ് ഇവിടെ ഉപയോഗിക്കേണ്ട അത് തമ്മിലുള്ള ഒരു ഡിഫറൻസ് ആണ്. അതായത് നമ്മൾ ഫ്ലഡഡ് ടൈപ്പ് ഇനി പഠിക്കാൻ പോകുന്ന ഫ്ലഡഡ് ടൈപ്പിൽ ഉപയോഗിക്കുന്നത് എന്താണ്, അതിൽ 100% ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഈ ഒരു ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പിൽ ഒരു 25%. ഓക്കെ, അതാണ് 1/4, അതായത് കാൽ ഭാഗം മാത്രമാണ് നമ്മൾ റെഫ്രിജറൻറ്റ് യൂസ് ചെയ്യുന്നത്. ഓക്കെ, അതാണ് ദ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ ആർ യൂഷ്വലി only 1/4 filled with the refrigerant. ഓക്കെ, അതായത് ഒരു ഭാഗം മാത്രമാണ് ഓക്കെ, ഒരു ഫ്ലഡഡ് ടൈപ്പിൽ 100% ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ റെഫ്രിജറൻറ്റ് ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ ഒരു 25% മാത്രമാണ് നമ്മുടെ ഈ ഒരു ഡ്രൈ ടൈപ്പ് ഇവാപ്പറേറ്ററിൽ ഉപയോഗിക്കുന്നത്. ഓക്കെ, ഈ ഒരു ഡ്രൈ ടൈപ്പ് ഇവാപ്പറേറ്ററിൻ്റെ കപ്പാസിറ്റി എന്ന് വെച്ചാൽ 2 to 250 ടൺ വരെയാണ്. ഓക്കെ, 2 മുതൽ 250 ടൺ വരെയാണ് ഇതിൻ്റെ ഒരു കപ്പാസിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, ഡ്രൈ ടൈപ്പിൻ്റെ കപ്പാസിറ്റി. ഓക്കെ, അപ്പോൾ ഇതിനെക്കാട്ടും കൂടുതൽ കപ്പാസിറ്റി ആര് തരും, നമ്മൾ ഫ്ലഡഡ് ടൈപ്പ് തരും. ഓക്കെ, അത് നമുക്ക് പഠിക്കാം. അപ്പോൾ ഇതൊക്കെയാണ് ഒരു ഡ്രൈ ടൈപ്പ്. ഈ ഒരു ഡ്രൈ ടൈപ്പ് എന്ന് പറഞ്ഞ് ഇത്ര മാത്രം ചിന്തിക്കേണ്ടതുള്ളൂ. എന്താണ്, ആ ഒരു ഇവാപ്പറേറ്റർ കോയിലുണ്ട്, അതിൻ്റെ ഉള്ളിലൂടെ എന്താണ് പോകുന്നത്, റെഫ്രിജറൻറ്റ്. ഓക്കെ, റെഫ്രിജറൻ്റ് ആണ് പോകുന്നത്. അതിൻ്റെ പുറത്തിൽ എന്താണ്, അതായത് ഷെല്ലിൻ്റെ ഉള്ളിൽ. ഓക്കെ, ഷെല്ലിന് ഈ ഒരു ട്യൂബിനെ തട്ടി പോകുന്നത് ആരാണ്, അവിടെ ഉപയോഗിക്കുന്ന ലിക്വിഡ് ആയിരിക്കും. ഓക്കെ, ഏതാണോ സബ്സ്റ്റൻസ് കൂൾ ചെയ്യുന്നത് ആ ഒരു കൂൾ ചെയ്യുന്ന ലിക്വിഡ് ആയിരിക്കും അതിലൂടെ പാസ് ചെയ്യുന്നത്. അതാണ് ഇത് ഒരു ഡ്രൈ എക്സ്പാൻഷൻ ഡിവൈസ്, ഒരു എക്സ്പാൻഷൻ ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി നമുക്ക് അടുത്തതായിട്ട് പഠിക്കാൻ പോകുന്നതാണ് ഫ്ലഡഡ് ടൈപ്പ്. അപ്പോൾ ഈ ഒരു ഫ്ലഡഡ് ടൈപ്പ് എന്ന് പറയുന്നത് നമ്മുടെ ഡ്രൈ എക്സ്പാൻഷൻ ഒരു ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററിൻ്റെ നേരെ ഒപ്പോസിറ്റാണ്. ഓക്കെ, അതിൻ്റെ നേരെ വിപരീതമാണ് നമ്മുടെ ഈ ഒരു ഫ്ലഡഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ എന്താണ് വിപരീതം എന്ന് പറയുമ്പോൾ എന്താ മനസ്സിലാക്കേണ്ടത്, നമ്മുടെ ഡ്രൈ ടൈപ്പിൽ നമ്മൾ എന്താ പഠിച്ചത്,
ആ ഒരു ഇവാപ്പറേറ്റർ കോയിലിൻ്റെ അകത്തിലൂടെ എന്താണ് പോകുന്നത്? നമ്മുടെ റെഫ്രിജറൻ്റ് ആണ് പോകുന്നത്. പുറത്ത്, അതായത് ഷെല്ലിൻ്റെ ഉള്ളിലൂടെ എന്താ പോകുന്നത്? നമ്മുടെ ഏതാണോ കൂൾ ചെയ്യേണ്ട സബ്സ്റ്റൻസ് അതാണ് കടന്നു പോകുന്നത്. അതിൻ്റെ നേരെ ഓപ്പോസിറ്റാണ് എന്ത് ഫ്ലഡ് ടൈപ്പിൽ ഉപയോഗിക്കുന്നത്. അതെന്താണ്? എങ്ങനെ കാരണം ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള, അതെന്താണ്, നമുക്ക് തണുപ്പിക്കേണ്ട സാധനം ഈ ഒരു കോയിലിൻ്റെ ഉള്ളിലൂടെ പോകുകയും നമ്മുടെ ഈ ഒരു റെഫ്രിജറൻ്റ് ആ ഷെല്ലിൻ്റെ ഉള്ളിലൂടെ പോവുകയും ചെയ്യുന്നു. അതാണെന്ത് ഫ്ലഡ് ടൈപ്പ്. അപ്പോൾ നമുക്ക് ആ ഫിഗറും നോക്കി ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിളായിട്ട് പറഞ്ഞുതരാം. ഇപ്പോൾ ഈ ഒരു സിസ്റ്റം, ഈ ഒരു ഇവാപ്പറേറ്റർ, ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ നമ്മൾ ഫ്ലഡ് ടൈപ്പ് ആണെന്ന് വിചാരിക്കും. ഓക്കെ, അപ്പോൾ എങ്ങനെയാണ് സംഭവിക്കുന്നത് വെച്ചാൽ, ഈ ഒരു പൈപ്പിൻ്റെ ഉള്ളിലൂടെ, ഈ ട്യൂബ്, ഇവാപ്പറേറ്ററിൻ്റെ ട്യൂബിൻ്റെ ഉള്ളിലൂടെ ഇവിടെ ലിക്വിഡ് റെഫ്രിജറൻ്റ് ആണ് പോകുന്നത്, ഏത് ഡ്രൈ ടൈപ്പിൽ. പക്ഷേ ഈ ഒരു ഫ്ലഡ് ടൈപ്പ് വരുമ്പോൾ ലിക്വിഡ് ആയിട്ടുള്ള, അതായത് നമ്മൾ എന്താണോ തണുപ്പിക്കേണ്ടത്, ഇപ്പോൾ വാട്ടർ ആണോ അല്ലെങ്കിൽ ബ്രെയിൻ സൊല്യൂഷൻ ആണോ, എന്താണ് തണുപ്പിക്കേണ്ടത്, ആ ഒരു സബ്സ്റ്റൻസ് ആണ് ഈ ഒരു ഇവാപ്പറേറ്റർ കോയിലിൻ്റെ അകത്തൂടെ പോകുന്നത്. ഓക്കെ, ഇപ്പോൾ അവിടെ ഉപയോഗിക്കുന്ന റെഫ്രിജറൻറ്റ് ഇതിലൂടെ വരിക, ഈ ഒരു ഷെല്ലിൻ്റെ ഉള്ളിലൂടെ ആയിരിക്കും വരിക. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഇവാപ്പറേറ്റർ ആണ് എന്ത് നമ്മുടെ ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ. ഓക്കെ, നേരെ ഡ്രൈ ടൈപ്പിൻ്റെ നേരെ ഓപ്പോസിറ്റ് ആണ് എന്ത് ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ. ഓക്കെ, മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ഒരു പോയിന്റിലോട്ട് നോക്കാം. ഇൻ കേസ് ഓഫ് ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ, ദ റെഫ്രിജറന്റ് ഫ്ലോസ് അലോങ് ദ ഷെൽ സൈഡ് ആൻഡ് ഫ്ലൂയിഡ് ടു ബി ചില്ലഡ് ഫ്ലോ അലോങ് ദ ട്യൂബ് സൈഡ്. ട്യൂബിൻ്റെ ഉള്ളിലൂടെ എന്താണോ സബ്സ്റ്റൻസ് കൂൾ ചെയ്യേണ്ടത് അത് ട്യൂബിൻ്റെ ഉള്ളിലൂടെയും പോകുന്നു. മറ്റേ സബ്സ്റ്റൻസ് അതായത് നമ്മുടെ റെഫ്രിജറന്റ് ഷെല്ലിൻ്റെ അകത്തോടെയാണ് പോകുന്നത്. ഓക്കെ, അതാണ് എന്ത് ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. എന്താ അടുത്ത പോയിന്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇൻ ദീസ് ചില്ലേഴ്സ് ദ ലെവൽ ഓഫ് റെഫ്രിജറന്റ് കെപ്റ്റ് കോൺസ്റ്റന്റ് ബൈ ദ ഫ്ലോട്ട് വാൽവ് ദാറ്റ് ആക്ട് ആസ് എക്സ്പാൻഷൻ വാൽവ് ആൾസോ. ഈ ഒരു സിസ്റ്റത്തിൽ, ഈ ഫ്ലഡ് ടൈപ്പ് സിസ്റ്റത്തിൽ റെഫ്രിജറന്റ് യൂസ് ചെയ്യുന്ന റെഫ്രിജറന്റ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകണം. ഓക്കെ, കൂടുതലാവാനോ കുറവാവാനോ പാടില്ല. ഓക്കെ, ഒരു കോൺസ്റ്റന്റ് ലെവലിൽ ഈ ഒരു റെഫ്രിജറന്റ് എപ്പോഴും ഈ ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ സിസ്റ്റത്തിനകത്ത് ഉണ്ടാകണം. കൂടുതലാവാനും പാടില്ല, കുറവാകാനും പാടില്ല. കോൺസ്റ്റന്റ് ലെവൽ കീപ്പ് ചെയ്യണം. ഓക്കെ, അതിനുവേണ്ടി ഇവിടെ എന്താണ് ഒരു ഫ്ലോട്ട് വാൽവ് കൊടുത്തിട്ടുണ്ട്. ഈ ഒരു സിസ്റ്റത്തിൽ ഫ്ലോട്ട് വാൽവ് കൊടുത്തിട്ടുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, അതൊരു എക്സ്പാൻഷൻ വാൽവ് ആയിട്ടും വർക്ക് ചെയ്യും. ഓക്കെ, അതാണ് പറയുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്റർ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് എന്ന് നോക്കാം. അപ്പോൾ ഇതാണെന്ത് ഈ ഒരു ഫിഗർ ഇവിടെ കൊടുത്തിട്ടുള്ളതാണെന്ത് ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൻ്റെ ഫിഗർ. ഓക്കെ, ഈ ഒരു ഫിഗറിനെ നമുക്ക് മൂന്നായിട്ട് ഭാഗിക്കാം. ഓക്കെ, മൂന്നായിട്ട് നമുക്ക് പാർട്ടീഷൻ ചെയ്യാം. ഓക്കെ, ഫസ്റ്റത്തെ സ്റ്റേജാണ് ഈ ഒരു ഭാഗം, ഇങ്ങോട്ടുള്ള ഭാഗത്തെ നമുക്ക് ഫ്ലോട്ട് ചേംബർ. ഓക്കെ, ഈ ഒരു ഭാഗത്തിന് ഫ്ലോട്ട് ചേംബർ എന്ന് വിളിക്കാം. രണ്ടാമത്തെ ഭാഗം ഈ ഒരു ഭാഗം, ഇതിൻ്റെ ഇടയിലുള്ള ഭാഗം അക്യുമുലേറ്റർ. മൂന്നാമത്തെ ഇവാപ്പറേറ്ററിൻ്റെ ഭാഗം, കോയിലുള്ള ഭാഗം. അതാണ് മൂന്ന് ഭാഗമായിട്ട് നമ്മൾ തരംതിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്ലഡ് ടൈപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമുക്ക് നോക്കാം. ഇവിടെ നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസസിൽ നിന്നും വരുന്ന ലിക്വിഡ് റെഫ്രിജറന്റ് നമ്മൾ ഈ ഒരു ഫ്ലോട്ട് ചേംബറിലോട്ടാണ് ആദ്യം കടന്നു പോകുന്നത്. ഫ്ലോട്ട് ചേംബർ എന്തിനാണ് ഉപയോഗിക്കുന്നതെന്ന് വെച്ചാൽ, ഇപ്പോൾ നമ്മൾ വീട്ടിൽ വാട്ടർ ടാങ്കിൽ നമ്മൾ വെള്ളം നിറയുന്നത് മനസ്സിലാക്കാൻ വേണ്ടി നമ്മളൊരു ബോള് അറ്റാച്ച് ചെയ്ത് വെച്ചിട്ടുണ്ടാവും. ഓക്കെ, ശ്രദ്ധിച്ചാൽ മതി. ഒരു ബോള്, അതായത് നമ്മുടെ വെള്ളം നിറഞ്ഞാൽ എന്താവും, ആ ഒരു പൈപ്പ് ക്ലോസ് ചെയ്യും. ഓക്കെ, അതാണ് ചെയ്യുന്നത്. ഓക്കെ, അത് മനസ്സിലാക്കാൻ, കൂടുതൽ വെള്ളം പുറത്തോട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ട് അതിനൊരു ബോൾ ഫിറ്റ് ചെയ്യുന്നുണ്ട്. അതെന്താ, അതൊരു ലെവൽ കീപ്പ് ചെയ്യാണ് ചെയ്യുന്നത്. ഓക്കെ, അത് ആ ഒരു സിസ്റ്റത്തിൽ കൂടുതലായിട്ട് വെള്ളം വന്ന് വീഴാതിരിക്കാനാണ് ആ ഒരു ബോൾ സിസ്റ്റം കൊടുക്കുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു സിസ്റ്റത്തിൽ കൊടുത്തിട്ടുള്ളത് ഒരു ബോൾ ടൈപ്പ് സിസ്റ്റം തന്നെയാണ്. ഓക്കെ, ഒരു ഫ്ലോട്ട് ചേംബർ എന്നാണ് ഇതിനെ വിളിക്കുക. അതായത് ഇതാണ് ഫ്ലോട്ട് ചേംബർ. ഓക്കെ, ഒരു ഫ്ലോട്ട് ചേംബറിൽ നമ്മുടെ റെഫ്രിജറന്റ് ഇതിൻ്റെ അകത്തോട്ട് വരും, ഫ്ലോ വരും. എങ്ങനെ? ഇതിനകത്തോട്ട് വരും, ഈ ഒരു ഫ്ലോട്ട് ചേംബറിലോട്ട് വരും. എപ്പോഴാണ് വരുന്നത് എന്ന് നോക്കാം. ഈ ഒരു ഫ്ലോട്ട് ചേംബറിൽ കൃത്യമായിട്ടുള്ള അളവിൽ
നമ്മുടെ റെഫ്രിജറൻറ്റ് ഇല്ലെങ്കിൽ ഈ ഒരു ഫ്ലോട്ട്, ഓക്കെ, ഈ ഒരു ബോൾ പോലുള്ള ഒരു സാധനമാണ് ഫ്ലോട്ട് എന്ന് പറയുന്നത്. ആ ഫ്ലോട്ട് എന്താവും, താഴോട്ട് വരും. താഴോട്ട് വരുമ്പോൾ ഈ ഒരു വാൽവ്, ഫ്ലോട്ട് കൺട്രോൾ വാൽവ് എന്ന് പറഞ്ഞ ഈ ഒരു വാൽവ് ഓപ്പൺ ആവും. ഓപ്പൺ ആവുമ്പോൾ നമ്മുടെ എവിടെ നിന്ന്, നമ്മളെ ത്രോട്ടിൽ വാൽവ്, ഓക്കെ, ത്രോട്ടിൽ ഡിവൈസസിൽ നിന്ന് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് നമ്മളെ ഫ്ലോട്ട് ചേമ്പറിലോട്ട് എത്തുന്നു. ഓക്കെ, ഒരു പെർട്ടിക്കുലർ ലെവലിൽ നമ്മുടെ ഈ ഫ്ലോട്ട് ചേമ്പറിൽ ഒരു ലെവലിൽ, ഓക്കെ, പെർട്ടിക്കുലർ ഒരു സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു ലെവൽ ഉണ്ടാവും. ആ ഒരു ലെവലിൽ നമ്മുടെ ലിക്വിഡ് റെഫ്രിജറൻറ്റ് എത്തിക്കഴിഞ്ഞാൽ എന്താവും, ഈ ഒരു ഫ്ലോട്ട് എന്താവും, ഇങ്ങനെ പൊന്തി വരും അല്ലേ, ലെവലിനനുസരിച്ച് ഫ്ലോട്ട് പൊന്തി വരും. ആ ഒരു ലെവലിൽ എത്തിക്കഴിഞ്ഞാൽ എന്താവും, ഈ ഫ്ലോട്ട് പിന്നെ മുകളിലോട്ട് പോകില്ല. അപ്പം എന്താവും, ഈ ഫ്ലോട്ട് പൊന്തിയത് കാരണം ഈ ഒരു കൺട്രോൾ വാൽവ് ക്ലോസ് ആവും. അപ്പോൾ എന്താവും, ഈ ഒരു ലിക്വിഡ് റെഫ്രിജറൻറ്റ് നമ്മുടെ എക്സ്പാൻഷൻ ഡിവൈസസ് ഒന്നും വരുന്നില്ല. അപ്പോൾ എന്താ, ഇവിടെ ക്ലോസ് ചെയ്യും. ഓക്കെ, ഫ്ലോട്ട് പൊന്തി കഴിഞ്ഞു. അപ്പോൾ എന്താവും, കൂടുതലായിട്ടുള്ള ലിക്വിഡ് റെഫ്രിജറൻറ്റ് ഈ ഒരു ഫ്ലോട്ട് ചാമ്പറിലോട്ട് എത്തില്ല. ഓക്കെ, അതാണ് ഈ ഒരു ഫ്ലോട്ട് എന്ന് പറഞ്ഞ ഭാഗം. ഓക്കെ, എന്താ ഇതിൻ്റെ ഒരു മെയിൻ ആയിട്ടുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ, ഈ ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൽ കോൺസ്റ്റൻ്റ് ആയിട്ടുള്ള, എപ്പോഴും കോൺസ്റ്റൻ്റ് ലെവലിൽ എന്ത് വേണം, ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് വേണം. ഓക്കെ, അതിനെ കോൺസ്റ്റൻ്റ് ആയിട്ട് ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫ്ലോട്ട് ചേമ്പർ സിസ്റ്റം കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഫ്ലോട്ട് ചേമ്പറിൻ്റെ വർക്കിംഗ് നിങ്ങൾക്ക് എങ്ങനെയാണെന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കും. ഓക്കെ, ഇനി അടുത്തെന്താ, ഫ്ലോട്ട് ചേമ്പറിൽ നിന്നും എത്തിയ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് അക്യുമുലേറ്റർ എന്നുള്ള ഒരു പാർട്ടിലോട്ടാണ് പോകുന്നത്. ഓക്കെ, അക്യുമുലേറ്റർ എന്നുള്ള ഒരു പാർട്ടിലോട്ട് പോകുന്നു. ഓക്കെ, അതിൻ്റെ വർക്കിംഗ് ഞാൻ അടുത്തൊരു സബ്ജക്റ്റ്, അതായത് ഇവാപ്പറേറ്റർ കഴിഞ്ഞിട്ട് കറക്റ്റായിട്ട് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ എന്താവും, ഫ്ലോട്ട് ചേമ്പറിൽ എത്തിക്കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് അക്യുമുലേറ്ററിലോട്ട് എത്തുന്നു. ഓക്കെ, അക്യുമുലേറ്ററിൽ നമ്മളെ റെഫ്രിജറൻറ്റ് എത്തി. അപ്പോൾ നമ്മുടെ എന്താവും, ഇത് ഞാൻ പറഞ്ഞ എന്താണ്, ഷെൽ ടൈപ്പിലേക്കാരം ഈ ഒരു ഇവാപ്പറേറ്റർ കണക്ട് ചെയ്തിട്ടുണ്ടാവുക. ട്യൂബ് വേറെ ഉണ്ടാവും. ട്യൂബിലൂടെ എന്ത് വരും, നമ്മുടെ ഏതാണോ തണുപ്പിക്കേണ്ടത് ആ സബ്ജക്റ്റ് വരും എന്ന് പറഞ്ഞു. ആ ട്യൂബ് വേറെ അറ്റാച്ച് ചെയ്തിട്ടുണ്ടാവും. നമ്മൾ ഈ ഒരു ഫ്ലഡ് ടൈപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നത് മാത്രം നോക്കുന്നു. ഈ അക്യുമുലേറ്ററിൽ എത്തിക്കഴിഞ്ഞാൽ ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് നമ്മളെ ഇവാപ്പറേറ്റർ ഒരു കോയിലിലൂടെ പാസ് ചെയ്യും. ഓക്കെ, ഈ ഒരു കോയിലിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താവും, ഇവിടെ നിന്ന് ഹീറ്റിനെ അബ്സോർബ് ചെയ്ത്, അതായത് മറ്റുള്ള കോയിലുള്ള ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റിൻ്റെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത് എന്താവും, വേപ്പറായിട്ട് മാറും. ഓക്കെ, വേപ്പറായിട്ട് ഇങ്ങനെ മാറും. ചൂടാവും, അതാണ് ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസിന് ഹീറ്റ് കിട്ടിയാൽ എന്താവും, അത് വേപ്പറായിട്ട് മാറും. ഓക്കെ, റെഫ്രിജറൻറ്റ് ഇവിടെ എത്തുമ്പോഴത്തേനും എന്താവും, ഫുള്ളായിട്ട് അല്ലെങ്കിൽ പകുതി അല്ലെങ്കിൽ കുറച്ച് ലിക്വിഡ് വേപ്പർ മിക്സ്ചർ രണ്ടും കൂടി ഒക്കെ ഉണ്ടാവും. കുറച്ച് വേപ്പറായിട്ടുണ്ടാവും, കുറച്ച് ലിക്വിഡ് ആയിട്ടുണ്ടാവും. അങ്ങനെയുള്ള ഈ ഒരു എൻഡ് സ്റ്റേജിൽ, ഇവാപ്പറേറ്ററിൻ്റെ എൻഡ് സ്റ്റേജിൽ, ഓക്കെ, ആ ഒരു കോയിലിൻ്റെ എൻഡ് സ്റ്റേജിൽ എത്തുമ്പോൾ എന്താണ് ഉണ്ടാവുക, അവിടെ ലിക്വിഡായിട്ടും വേപ്പറായിട്ടുണ്ടാവും. ആ ഒരു ലിക്വിഡ് വേപ്പറായിട്ടും വീണ്ടും എങ്ങോട്ട് എത്തേണ്ടത്, ഈ ഒരു അക്യുമുലേറ്ററിലോട്ടാണ് എത്തുന്നത്. ഓക്കെ, ഈ ഒരു അക്യുമുലേറ്ററിലോട്ട് എത്തുമ്പോൾ എന്താവും, ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് അക്യുമുലേറ്ററിലോട്ട് താഴോട്ട് വരും അല്ലേ, ലിക്വിഡ് ആയിട്ടുള്ള. ഇവിടെ ഹീറ്റിനെ അബ്സോർബ് ചെയ്ത ഹീറ്റ് എന്നിട്ടും ലിക്വിഡ് ആയിട്ടുള്ള, ഫുള്ളായിട്ട് വേപ്പറായിട്ടുണ്ടാവില്ല, കുറച്ച് മാത്രമാണ് വേപ്പറായിട്ടുണ്ടാവുക. ആ ഒരു കുറച്ച് വേപ്പറായത് എങ്ങോട്ടാ പോവുക, മുകളിലോട്ടാണ് പോവുക. ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് നേരെ, അതായത് ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് നേരെ എങ്ങോട്ട് വരും, അക്യുമുലേറ്ററിലോട്ട് തന്നെ വീഴും. വേപ്പറായിട്ടുള്ള മുകളിലോട്ട് പോകും. ഓക്കെ, മുകളിലോട്ട് നമ്മൾ എങ്ങോട്ടാ പോവുക, ടു ദ കംപ്രസറിലോട്ടാണ് പിന്നെ അത് പോകുന്നത്. ഓക്കെ, അതാണ് ഈ ഒരു ഫ്ലഡ് ടൈപ്പിൻ്റെ വർക്കിംഗ്. അതായത് ഒരു ഫ്ലോട്ട് ചേമ്പർ ഉണ്ട്, ഒരു അക്യുമുലേറ്റർ ഉണ്ട്, ഒരു കോയിലും ഉണ്ട്. ഫ്ലോട്ട് ചേമ്പർ എന്താണ്, ഒരു മെയിൻറ്റെയിൻ ചെയ്യാൻ, കോൺസ്റ്റൻറ്റ് ലെവലിൽ റെഫ്രിജറൻറ്റിനെ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഫ്ലോട്ട് ചേമ്പർ യൂസ് ചെയ്യുന്നത്. രണ്ടാമത്തെ അക്യുമുലേറ്റർ എന്തിനാണ്, ലിക്വിഡും വേപ്പറുമായിട്ടുള്ള റെഫ്രിജറൻറ്റിനെ വേർതിരിക്കാൻ വേണ്ടിയിട്ടാണ് അക്യുമുലേറ്റർ യൂസ് ചെയ്യുന്നത്. ഓക്കെ, അക്യുമുലേറ്റർ കൊടുത്തിട്ടില്ലെങ്കിൽ എന്താവും, ഇവിടെ ലിക്വിഡും വേപ്പറുമായിട്ടുള്ള റെഫ്രിജറൻറ്റ് വരും, അത് നേരെ കംപ്രസറിലോട്ട് കൊടുക്കും. ഓക്കെ, അപ്പോൾ എന്താ, കംപ്രസറിലോട്ട് ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് വന്നാൽ എന്താവും, അത് നമ്മുടെ കംപ്രസറിന് ഡാമേജ് ഉണ്ടാക്കും. അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ഒരു അക്യുമുലേറ്റർ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അക്യുമുലേറ്റർ എന്താ ചെയ്യുന്നത്, വേപ്പറായിട്ടുള്ള സബ്സ്റ്റൻസ് അല്ലെ, വേപ്പറായിട്ടുള്ള നമ്മുടെ റെഫ്രിജറൻറ്റിനെ മാത്രമാണ് കംപ്രസറിലോട്ട് കടത്തിവിടുന്നത്. ലിക്വിഡ് ആയിട്ടുള്ളത് അവിടെ തന്നെ വെക്കും. അത് വീണ്ടും എന്തായിട്ടുണ്ടാവും, ഈ ഒരു കോയിലിലൂടെ പാസ് ചെയ്യുമ്പോൾ എന്താവും, വീണ്ടും വേപ്പറാവും. ഓക്കെ, അങ്ങനെ അത് കംപ്രസറിലോട്ട് എത്തുന്നു. ഓക്കെ, അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു അക്യുമുലേറ്റർ കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഈ ഒരു ഇവാപ്പറേറ്ററിൻ്റെ കോയിൽ എന്താണ്, ഹീറ്റ് ട്രാൻസ്ഫർ നടക്കാൻ വേണ്ടിയിട്ടാണ് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൻ്റെ വർക്കിംഗ് എന്ന് പറയുന്നത്. ഓക്കെ, ഈ ഒരു വർക്കിംഗ് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് ഞാൻ വിചാരിക്കുന്നു.
അപ്പോൾ നമുക്ക് ഈ ഒരു ഫ്ലഡ് ടൈപ്പ് എന്താണെന്ന് പഠിച്ചു, ഫ്ലഡ് ടൈപ്പ് എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് നമ്മൾ പഠിച്ചു. ഓക്കെ, ഇനി ഇതിൽ എന്തൊക്കെയാണ് ഇതിൻ്റെ വേണ്ട കാര്യങ്ങൾ എന്നുള്ളതാണ് പറയുന്നത്. ഇൻ ദീസ് സിസ്റ്റം എ കോൺസ്റ്റന്റ് ലെവൽ ഓഫ് റെഫ്രിജറൻറ്റ് ഈസ് ആൾവേസ് മെയിൻറ്റെയിൻഡ്. അപ്പോൾ എന്താ, ഈ ഒരു സിസ്റ്റത്തിൽ, ഫ്ലഡ് ടൈപ്പ് സിസ്റ്റത്തിൽ എപ്പോഴും ഒരു ലെവൽ, ഒരു കോൺസ്റ്റന്റ് ലെവൽ എന്താണ്, റെഫ്രിജറൻറ്റ് എപ്പോഴും ഉണ്ടാവണം. ഓക്കെ, അതിന് വേണ്ടിയിട്ട് നമ്മൾ എന്താ കൊടുത്തത്, ഈ ഒരു ഫ്ലോട്ട് ചേമ്പർ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ എന്താവും, ഈ ഫ്ലോട്ട് ചേമ്പർ കൃത്യമായിട്ട് ഒരു അളവിൽ എപ്പോഴും റെഫ്രിജറൻറ്റിനെ സ്റ്റോർ ചെയ്ത് വെക്കും. ഓക്കെ, അതാണ് നമ്മളെ ഒരു ഫ്ലോട്ട് ചേമ്പർ നമ്മളെ സഹായിക്കും. എന്ത്, ഈ കോൺസ്റ്റന്റ് ലെവലിൽ നമ്മളെ റെഫ്രിജറൻറ്റിനെ കീപ്പ് ചെയ്യാൻ നമ്മളെ സഹായിക്കും. രണ്ടാമത്തെ പോയിന്റ് നോക്കാം. സിൻസ് ദ ഇവാപ്പറേറ്റർ ഈസ് ആൾമോസ്റ്റ് ഫില്ലഡ് വിത്ത് ലിക്വിഡ്, റെഫ്രിജറൻറ്റ് ഫ്രം ദ ഇവാപ്പറേറ്റർ ഈസ് നോട്ട് സൂപ്പർ ഹീറ്റഡ് ബട്ട് ഇറ്റ് ഈസ് സാച്ചുറേറ്റഡ് കണ്ടീഷൻ. നമ്മുടെ ഇവാപ്പറേറ്ററിൽ ഈ ഒരു കോയിൽ അല്ലേ, ഈ ഒരു ഭാഗത്ത് എന്താ സംഭവിക്കുന്നത്, ലിക്വിഡും വേപ്പറായിട്ടുള്ള സബ്സ്റ്റൻസ് ഉണ്ട്. അതായത് ലിക്വിഡ് ആയിട്ടുള്ള മിക്സ്ചറും ഉണ്ട്, വേപ്പർ ആയിട്ടുള്ള മിക്സ്ചറും ഉണ്ട്. അപ്പോൾ എന്താവും, അക്യുമുലേറ്റർ അതിനെ വേർതിരിക്കും. ലിക്വിഡ് ആയിട്ടുള്ള അക്യുമുലേറ്ററിന്റെ താഴെ ഭാഗത്തും ബാക്കിയുള്ളത് മുകൾ ഭാഗത്ത് ഒരു പാസേജ് കൊടുത്തിട്ടുണ്ട് ടു ദ കംപ്രസറിലോട്ട് കൊടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്താവും, ഈ ഒരു സിസ്റ്റം ഒരിക്കലും ഒരു സൂപ്പർ ഹീറ്റഡ് ആയിട്ടുണ്ടാവില്ല. ഓക്കെ, നേരത്തെ ഡ്രൈ എക്സ്പാൻഷൻ ഇവാപ്പറേറ്ററിൽ ഞാൻ പറഞ്ഞു അത് സൂപ്പർ ഹീറ്റഡ്, അത് കൂടുതൽ ഒരു തരി പോലും ലിക്വിഡ് ഉണ്ടാവില്ല. ഓക്കെ, ഫുൾ സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള സ്റ്റേജിലായിരിക്കും നമ്മൾ കംപ്രസറിലോട്ട് പോകുന്നത്. പക്ഷേ ഈ ഒരു സിസ്റ്റത്തിൽ ഫുള്ളായിട്ട് സൂപ്പർ ഹീറ്റഡ് ആയിട്ടുണ്ടാവില്ല, പക്ഷെ എന്താ, സാച്ചുറേറ്റഡ് കണ്ടീഷനിലായിരിക്കും നമ്മുടെ കംപ്രസറിലോട്ട് നമ്മുടെ ഈ ഒരു വേപ്പറായിട്ടുള്ള റെഫ്രിജറൻറ്റ് ഫ്ലോ ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ഇനി അടുത്ത പോയിന്റ്, in order to prevent the liquid refrigerant entering into the compressor, an accumulator is generally used with the flooded evaporator. എന്താണ്, ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറൻറ്റ് നമ്മുടെ കംപ്രസറിലോട്ട് ഡയറക്റ്റ് ആയിട്ട് കടക്കുന്നത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മളൊരു അക്യുമുലേറ്റർ കൊടുത്തിട്ടുണ്ട്. ഓക്കെ, ആ അക്യുമുലേറ്റർ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. അപ്പോൾ എന്താ, അക്യുമുലേറ്റർ എന്താ ചെയ്യുന്നത്, വേപ്പറിനെ മാത്രം എന്താണ് കംപ്രസറിലോട്ട് കടത്തി വിടുള്ളൂ, ലിക്വിഡിനെ ആ ഒരു അക്യുമുലേറ്റർ തന്നെ കീപ്പ് ചെയ്യും. ഓക്കെ, അതിന് സഹായിക്കുന്നത് ആരാണ്, നമ്മുടെ ഈ ഒരു അക്യുമുലേറ്ററാണ്. ഓക്കെ, അതാണ് ഈ ഒരു ഫ്ലഡ് ടൈപ്പ് ഇവാപ്പറേറ്ററിൽ പറയാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് എന്താണ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ എന്ന് മനസ്സിലായെന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ എന്താ പഠിച്ചത്, ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ എന്താണെന്ന് പഠിച്ചു. ഷെൽ ആൻഡ് ട്യൂബ് ലാർജ് ആപ്ലിക്കേഷൻ, വലിയ ആപ്ലിക്കേഷനിൽ മാത്രമാണ് ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതായത് നമ്മുടെ വലിയ പ്ലാന്റുകളിലും അതേപോലെ തന്നെ സെൻട്രൽ എയർ കണ്ടീഷനിങ് സിസ്റ്റം യൂണിറ്റിലുമാണ് ഇവാപ്പറേറ്റർ ആയിട്ടാണ് നമ്മുടെ ഷെൽ ആൻഡ് ട്യൂബ് ഇവാപ്പറേറ്റർ ഉപയോഗിക്കുന്നത്. അതുപോലെ തന്നെ എന്താണ് പഠിച്ചത്, ഇത് രണ്ട് ടൈപ്പ് ഉണ്ട്. എന്താ, ഡ്രൈ എക്സ്പാൻഷൻ ടൈപ്പും ഫ്ലഡഡ് എക്സ്പാൻഷൻ ടൈപ്പും. ഓക്കെ, ഡ്രൈ ടൈപ്പ് ഫ്ലഡഡ് ടൈപ്പും, അത് അതിൻ്റെ ഡയറക്ഷൻ ഫ്ലോ എങ്ങനെയാണ്, അത് റെഫ്രിജറൻറ്റ് ട്യൂബിനകത്തോടു കൂടിയാണ് പോകുന്നത്. ഓക്കെ, ഇൻസൈഡ് ദ ട്യൂബ് അകത്തിലൂടെയാണ് പോകുന്നതെങ്കിൽ അതിനെ ഡ്രൈ ടൈപ്പ് എന്ന് പറയും. റെഫ്രിജറൻറ്റ് പുറത്തുള്ള, അതായത് ഷെല്ലിൻ്റെ ഉള്ളിലൂടെ പോകുന്നതാണെങ്കിൽ അതിനെ ഫ്ലഡ് ടൈപ്പ്. ആ ഒരു സെക്ടർ നമ്മൾ കൃത്യമായിട്ട് പറഞ്ഞു തന്നിട്ടുണ്ട്. ഓക്കെ, രണ്ടും നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്തു. അപ്പോൾ ഇതാണ് എന്ത്, ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ. അപ്പോൾ ഇവിടെ എന്താണ്, കൺസ്ട്രക്ഷൻ കൊണ്ട് നമ്മൾ നാലായിട്ട് തിരിച്ചിട്ടുണ്ട്. ബെയർ ട്യൂബ് ഇവാപ്പറേറ്റർ, പിന്നെ ഫിന്നഡ് ഇവാപ്പറേറ്റർ, പ്ലേറ്റ് ടൈപ്പ് ഇവാപ്പറേറ്റർ ആൻഡ് എന്താണ്, ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ. അപ്പോൾ ആ ഒരു ക്ലാസിഫിക്കേഷൻ ഇവിടെ തീർന്നു. ഓക്കെ, ഇനി അടുത്ത വേറെ എന്തൊക്കെ ക്ലാസിഫിക്കേഷൻ ആണ് നമ്മുടെ ഇവാപ്പറേറ്ററിന് ഉള്ളത് എന്ന് നമുക്ക് നോക്കാം. അടുത്ത ക്ലാസിഫിക്കേഷൻ നമ്മൾ കണ്ടിന്യൂ ചെയ്യാണ്. കൺസ്ട്രക്ഷൻ കഴിഞ്ഞു. ഇനി അടുത്ത ടൈപ്പ്, അക്കോർഡിംഗ് ടു ദ ഓപ്പറേഷൻ ഓഫ് കണ്ടീഷൻ. ഓക്കെ, ഓപ്പറേഷൻ കണ്ടീഷൻ വെച്ച് നമുക്ക് ഇവാപ്പറേറ്ററിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഓക്കെ, എങ്ങനെയാണ് നോക്കാം. ഏതൊക്കെയാണ്, ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ, ഡീഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ, നോൺ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ. ഓക്കെ, എന്താണ് ഫ്രോസ്റ്റിംഗ് എന്ന് നമുക്ക് നോക്കാം. ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ചില നമ്മുടെ ഈ ഒരു സാധാരണ, അത് നമ്മുടെ സിംഗിൾ ഡോർ റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ നമ്മുടെ ഈ ഒരു സിസ്റ്റത്തിനകത്ത് ഐസ് ഇങ്ങനെ നിൽക്കുന്നുണ്ടാവും. ഓക്കെ, ഐസ് ഇങ്ങനെ പറ്റി പിടിച്ച് നമ്മൾ ഫ്രീസറിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാണാൻ കഴിയും. എന്താണ്, ഫുൾ ഐസായിട്ട് എടുക്കും. അപ്പോൾ അതാണ് ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത്. ആ ഒരു ഫ്രോസ്റ്റിംഗ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഐസായിട്ട് രൂപപ്പെടുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഡബിൾ ഡോർ ഫ്രിഡ്ജിൽ ചില ടൈപ്പിൽ കാണാൻ സാധ്യതയില്ല, ഇങ്ങനെ ഐസ് ആവുന്നൊന്നും കാണൂല. ഓക്കെ, പക്ഷെ എന്താ, അവിടെ കൂളിംഗ് ഒക്കെ നടക്കുന്നുണ്ടാവും അല്ലേ, നമ്മുടെ വെച്ച സാധനം
എന്താവും ഐസ് ആയിട്ടുണ്ടാവും. പക്ഷേ ഈ ഒരു ആ ഒരു പുറം ഭാഗത്ത് അതിൻ്റെ ആ ഒരു ഫീസറിൻ്റെ ഉള്ളിലൊന്നും ഐസ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ ടൈപ്പ് ഒക്കെ ആണ്. അതിനെ ബേസ് ചെയ്ത് നമുക്ക് അതിൻ്റെ ഓപ്പറേഷൻ കണ്ടീഷനെ ബേസ് ചെയ്ത് നമുക്ക് ക്ലാസിഫൈ ചെയ്യാം. നോക്കാം. എന്നാണ് ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ, ഫ്രോസ്റ്റിംഗ് ടൈപ്പ് എന്ന് പറഞ്ഞാൽ അവിടെ ഐസ് ഉണ്ടാവും. ഇതേമാതിരി ഈ ഫ്രോസ്റ്റിംഗ് രൂപത്തിലായിരിക്കും ഇവാപ്പറേറ്ററിൻ്റെ ഉള്ളിൽ കാണപ്പെടുക. ഓക്കെ, ഇവാപ്പറേറ്ററിനുള്ളിൽ ഐസ് ഫ്രോസ്റ്റിംഗ് ആയിട്ടുള്ള രൂപത്തിൽ കാണപ്പെടും. ഈ ഫ്രോസ്റ്റിംഗ് ആയിട്ടുള്ള ഈ ഐസിനെ നമുക്ക് ഒഴിവാക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ മാനുവലായിട്ട് ഒഴിവാക്കണം, അല്ലാതെ അത് ഓട്ടോമാറ്റിക് ആയിട്ട് ഒഴിവാക്കില്ല. ഓക്കെ, അത് കാരണമാണ് നമുക്കിങ്ങനെ കാണുന്നത്, ഐസായിട്ട് ഇങ്ങനെ കാണുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ഫ്രോസ്റ്റിംഗ് രൂപപ്പെട്ടാൽ അതിനെ ഒഴിവാക്കും. മാനുവൽ ആണെങ്കിൽ അതിനെ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ. ഓക്കെ, ആ ഐസിനെ ഒഴിവാക്കുന്നത് നമ്മളാണ് ഒഴിവാക്കണമെങ്കിൽ അതിനെ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി ഡീഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത് ഇങ്ങനത്തെ സിസ്റ്റത്തിൽ കൂടുതലായിട്ടും നമ്മൾ ഈ ഒരു ഫീസറിലൊന്നും ഇങ്ങനെ ഐസായിട്ട് കാണപ്പെടില്ല. ഇതെങ്ങനെയാണ്? ഇതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ഓട്ടോമാറ്റിക് സിസ്റ്റം എന്ന് പറഞ്ഞാൽ അവിടെ ഫ്രോസ്റ്റിംഗ് ഉണ്ടായിക്കഴിഞ്ഞാൽ ആ സിസ്റ്റം തന്നെ ഒരു ഹീറ്റർ ഉപയോഗിച്ച് എന്താവും ആ ഒരു ഡീഫ്രോസ്റ്റിംഗ് ചെയ്യും. ഓക്കെ, നമ്മൾ മാനുവലായിട്ട് നമ്മൾ ചെയ്യേണ്ട ആവശ്യമില്ല. ആ ഒരു സിസ്റ്റം, റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെ ഒരു ഹീറ്റ് പമ്പ് യൂസ് ചെയ്ത് നമ്മൾ ഈ ഒരു ഡീഫ്രോസ്റ്റിംഗ്, അതായത് അവിടുത്തെ ഐസിനൊക്കെ ഒഴിവാക്കും. അത് തന്നെ ഓട്ടോമാറ്റിക്കായിട്ട് ഒഴിവാക്കും. അതിനെയാണ് എന്ത് നമ്മൾ പറയുന്നത് എന്താണ്? ഡീഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ എന്ന് പറയുന്നത്. ഇനി നോൺ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ എന്ന് പറഞ്ഞാൽ അവിടെ ഇങ്ങനെ ഫ്രോസ്റ്റ് ആയിട്ട് ഒന്നും ഉണ്ടാവില്ല. ഓക്കെ, ഒരു സബ്സ്റ്റൻസിനെ കൂൾ ചെയ്യാൻ മാത്രം ഉപയോഗിക്കുന്ന സിസ്റ്റമാണ് നോൺ ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ. അപ്പോൾ നമ്മൾ ബീവറേജസ്, അതായത് നമ്മൾ കൂൾ ഡ്രിങ്ക്സ് ഒരു ടൈപ്പ് സാധനമൊക്കെ വെക്കുമ്പോൾ അത് ഐസ് ആവലുണ്ടോ? ഇല്ല. അങ്ങനത്തെ ടൈപ്പ് റെഫ്രിജറേഷൻ സിസ്റ്റം ഉപയോഗിക്കുന്ന അതിൽ നോൺ ഫ്രോസ്റ്റിംഗ് ടൈപ്പാണ് ഉപയോഗിക്കുന്നത്. അപ്പോൾ ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രോസ്റ്റിംഗ് അക്കോർഡിംഗ് ടു ഓപ്പറേഷൻ കണ്ടീഷൻ നമുക്ക് മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ, ഡീഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ, നോൺ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ. ഫ്രോസ്റ്റിംഗ് എന്ന് പറഞ്ഞാൽ ഒരു ഐസായിട്ട് രൂപപ്പെടും നമ്മുടെ ഫീസറിൻ്റെ ഉള്ളിലൊക്കെ നമുക്ക് കൂടുതലായിട്ട് കാരണം. അപ്പോൾ എന്താ, ഈ ഫ്രോസ്റ്റിംഗ് മാനുവലായിട്ടാണ് ഒഴിവാക്കുന്നതെങ്കിൽ നമ്മൾ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ, അതൊരു ഓട്ടോമാറ്റിക് സിസ്റ്റമാണ്. ആ ഒരു സിസ്റ്റം തന്നെ, റെഫ്രിജറേഷൻ സിസ്റ്റം തന്നെയാണ് അതിനെ ഒഴിവാക്കുന്നതെങ്കിൽ അതിനെ ഫ്രോസ്റ്റിംഗ് എന്ന് വിളിക്കും. പിന്നെ അവിടെ ഫ്രോസ്റ്റിംഗ് ഒന്നും ഇല്ല എന്നുണ്ടെങ്കിൽ അതിനെ നോൺ ഫ്രോസ്റ്റിംഗ് ഇവാപ്പറേറ്റർ. അങ്ങനത്തെ ഇല്ലാത്ത ഇതുണ്ട്. എങ്ങനെ ഈ ബീവറേജസ്, അതായത് നമ്മുടെ ലിക്വിഡ് ആയിട്ടുള്ള സബ്സ്റ്റൻസ് കൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന സിസ്റ്റത്തിൽ എന്താവും അവിടെ ഫ്രോസ്റ്റിംഗ് ഉണ്ടാവില്ല. ഓക്കെ, അങ്ങനത്തെ സിസ്റ്റവും ഉണ്ട്. അപ്പോൾ അതിനെ മൂന്നായിട്ട് ക്ലാസിഫൈ ചെയ്യാം. ഇനി അടുത്തൊരു ക്ലാസിഫിക്കേഷനാണ് അക്കോർഡിംഗ് ടു ദ കൂളിംഗ് ടൈപ്പ്. കൂളിംഗ് ടൈപ്പിനെ വെച്ച് നമുക്ക് രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്യാം. എന്താണ്? ഡയറക്റ്റ് കൂളിങ്ങും ഇൻഡയറക്റ്റ് കൂളിങ്ങും. ഡയറക്റ്റ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ നമ്മൾ എന്താണ് ഇവാപ്പറേറ്റർ കൂൾ ചെയ്യുന്നത്. ഓക്കെ, കൂൾ ചെയ്യുന്ന ഡയറക്റ്റ് കൂളിംഗ് എന്ന് പറഞ്ഞാൽ അവിടെ എയർ കൂളിംഗ് എയർ. ഓക്കെ, ഈ ഇവാപ്പറേറ്ററിന് കൂൾ ചെയ്യുന്നത് എയർ കൂളിംഗ് യൂസ് ചെയ്തിട്ടാണ് അവിടെ ഡയറക്റ്റും ഇൻഡയറക്റ്റ് ആകുമ്പോൾ എന്താ ലിക്വിഡ് കൂളിംഗ് ആയിരിക്കും അവിടെ യൂസ് ചെയ്യും. ഓക്കെ, അതാണ് ഈ ഒരു അക്കോർഡിംഗ് ടു ദ കൂളിംഗ് ടൈപ്പ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ഈ ഒരു സിസ്റ്റത്തിൽ ഇവാപ്പറേറ്ററിൽ നമ്മൾ ഇവാപ്പറേറ്റർ എന്താണെന്ന് പഠിച്ചു, അതിൻ്റെ ക്ലാസിഫിക്കേഷനും പഠിച്ചു. ഓക്കെ, നമുക്ക് കൂടുതലായിട്ട് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഭാഗം ഏതാണ്? നമ്മുടെ കൺസ്ട്രക്ഷൻ ടൈപ്പ്. ഓക്കെ, കൺസ്ട്രക്ഷൻ ബേസ് ചെയ്ത് ക്ലാസിഫൈ ചെയ്യുമ്പോൾ അതിനെ നാലായിട്ട് ക്ലാസിഫൈ ചെയ്യും. ആ ഒരു 4 ടൈപ്പ് ഇവാപ്പറേറ്ററിനെ കുറിച്ച് നമ്മൾ പഠിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ അടുത്തതായിട്ട് പഠിച്ച എന്താ? ക്ലാസിഫിക്കേഷൻ. അതിൻ്റെ ബാക്കി ക്ലാസിഫിക്കേഷൻ ഓപ്പറേഷൻ കണ്ടീഷൻ ബേസ് ചെയ്ത് 3ആയിട്ടും അക്കോർഡിംഗ് ടു ദ കൂളിംഗ് ടൈപ്പിനെ ബേസ് ചെയ്ത് നമുക്ക് 2 ടൈപ്പും നമ്മൾ പഠിച്ചു. അപ്പോൾ ഈ ഒരു ഭാഗമാണെന്ത്? ഈ ഒരു ഇവാപ്പറേറ്റർ എന്ന ചാപ്റ്ററിൽ പഠിക്കാനുള്ളത്. ഓക്കെ, അപ്പോൾ എല്ലാവരും വൃത്തിയായിട്ട് ഈ ഒരു ഭാഗം പഠിക്കുക. ഓക്കെ, ഇവാപ്പറേറ്റർ എന്നുള്ള ഭാഗം പഠിക്കുക. അപ്പോൾ ഇനി നമുക്ക് അടുത്ത ക്ലാസ്സുകളിൽ നമുക്ക് നമ്മുടെ എക്സ്പാൻഷൻ വാൽവിനെ കുറിച്ച് പഠിക്കാം. ഓക്കെ, അത് നമ്മൾ സ്കിപ്പ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു ഭാഗത്തോട്ട് എത്തിയത്. ഓക്കെ, അടുത്തൊരു ഭാഗത്തിൽ നമുക്ക് എന്താണ് എക്സ്പാൻഷൻ വാൽവ് എന്നതിനെ കുറിച്ചൊക്കെ നമുക്ക് പഠിക്കാം. ഓക്കെ, അപ്പോൾ ഈ ഒരു ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ ഈ ഒരു ചാപ്റ്ററിൻ്റെ അസൈൻമെൻറ്റ് എന്ന നിലയിൽ ഞാനൊരു 2 ക്വസ്റ്റ്യൻസ് തരുന്നുണ്ട്. ഈ ഒരു ക്വസ്റ്റ്യൻസ് ആൻസർ ചെയ്ത് എനിക്ക് തിരിച്ച് അയച്ചു തരാം. ഓക്കെ, അപ്പോൾ നമുക്ക് എന്താണ് ക്വസ്റ്റ്യൻസ് എന്ന് നോക്കാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, വാട്ട് ആർ ദ ഫങ്ഷൻസ് ഓഫ് ഇവാപ്പറേറ്റർ ഇൻ റെഫ്രിജറേഷൻ സിസ്റ്റം? റെഫ്രിജറേഷൻ സിസ്റ്റത്തിൽ ഇവാപ്പറേറ്ററിൻ്റെ ഫങ്ഷൻ എന്താണെന്ന് ഉള്ളത് എഴുതാം. ഓക്കെ, മലയാളത്തിൽ എഴുതിയാൽ മതി. രണ്ടാമത്തതാണത് എക്സ്പ്ലെയിൻ ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഓഫ് ഇവാപ്പറേറ്റർ വിത്ത് ഫിഗർ. ഓക്കെ, എന്താണ് ഷെൽ ആൻഡ് ട്യൂബ് ടൈപ്പ് ഇവാപ്പറേറ്റർ? ഒരു ഫിഗർ വരച്ച് എക്സ്പ്ലെയിൻ ചെയ്ത് എഴുതുക. ഓക്കെ, ഈ 2 ക്വസ്റ്റ്യൻസ് നിങ്ങൾ ആൻസർ ചെയ്ത് എനിക്ക് തിരിച്ച് അയച്ചു തരാം. അപ്പോൾ എല്ലാവരും ഈ ഒരു ഇവാപ്പറേറ്റർ എന്നുള്ള ഭാഗം കറക്റ്റായിട്ട് മനസ്സിലാക്കി പഠിക്കുക. ഓക്കെ, ഇതൊരു 2 പാർട്ടായിട്ടാണ് ഞാൻ എടുത്തിട്ടുള്ളത്. 2 പാർട്ടും നല്ല രീതിയിൽ
വീഡിയോ കണ്ട ശേഷം നിങ്ങൾ നോട്ട് എഴുതുക. ഓക്കെ, വീഡിയോ കണ്ട ശേഷം നോട്ട് എഴുതുക. ഓക്കെ, മലയാളത്തിൽ നിങ്ങൾ നോട്ട്ബുക്കിൽ വരച്ച് ഞാൻ എങ്ങനെയാണ് നോട്ട് തരുന്നത് അതേപോലെ ഇപ്പോൾ ഈ ഒരു PPTയിൽ ഞാൻ കൊടുത്തിട്ടുള്ള ഭാഗം തന്നെയാണ് ഇംഗ്ലീഷിൽ എഴുതേണ്ടത്. ബാക്കി നിങ്ങൾക്ക് മനസ്സിലാകുന്നത് മനസ്സിലായ ഭാഗം മലയാളത്തിൽ എഴുതി വെക്കുക. ഓക്കെ, ആ ഒരു പോർഷൻ എങ്ങനെയാണ് വർക്കിംഗ് കാര്യങ്ങളൊക്കെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ട്. ആ ഒരു ഭാഗം മനസ്സിലാക്കിയിട്ട് ഫിഗർ വരക്കുക, അതിൻ്റെ മലയാളത്തിൽ അതിൻ്റെ വർക്കിങ്ങും കാര്യങ്ങളൊക്കെ അവിടെ എഴുതി വെക്കുക. ഓക്കെ, അപ്പോൾ എല്ലാവരും നല്ല രീതിയിൽ പഠിക്കുക. താങ്ക് യു.